വെൽക്കം ഓൾ. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ദിവസം വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റുമായിട്ടാണ് നമ്മൾ ചേർന്ന് വരുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം. ഒരു ഡയറക്റ്റ് മെത്തേഡിലല്ല കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നത്. മൈൻഡ് പവറിന്റെയും അതുപോലെ തന്നെ NLP എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ടൂളിന്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഒരു പവർഫുൾ ടൂളായി ഉപയോഗിക്കാം എന്ന നിലയിലാണ് ഇന്ന് നമ്മുടെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലാസ് എടുക്കുന്നത് ജോർജ് കെ തോമസ്, കമ്മ്യൂണിക്കേഷനിലെ MS ഉള്ള വ്യക്തിയാണ്. പാലാ സെന്റ് തോമസ് കോളേജിലെ പ്രൊഫസറാണ്. തന്നെയുമല്ല പൂഞ്ഞാർ സ്വദേശിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻസിയും അതുപോലെ തന്നെ മൈൻഡ് പവർ ട്രെയിനർ എന്ന നിലയിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എടുക്കാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരുടെയും പെർമിഷനോടുകൂടി ജോർജ് തോമസ് സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. യു ആർ വെൽക്കം സർ. Thank you very much, dear Sabu sir. Thank you. And I extend my sincere gratitude to Dr. Sabu sir for giving me such a great opportunity to conduct a session on this wonderful platform. And let me introduce myself once again. My name is George K. Thomas. I come from Pune, a small village in Kottayam district of Kerala. I have done my graduation BA in Communicative English from St. Thomas College, Bali, and did my post-graduation MS in Communication from Christ University, Bangalore. Thereafter, I worked as a faculty member in the Department of Communicative English at Marine College, Kuttikkanam, Rajagiri College of Social Science, St. George's College, Aditya, and at present, I have been working as a faculty in the Department of Communicative English at St. Thomas College, Bali since 2018. And the topic for the day is the Power Communicator, a power communication workshop for personal development and professional excellence. And these are the main topics which will be covering: communication skills, English fluency, little bit of public speaking, NLP communication and modeling, circle of excellence, mind power, and law of attraction. Am I audible, sir? Yes, sir. Okay. Yes. Okay. It's okay. Now the question is, what is communication? Communication എന്താണ്? നമ്മൾ കുട്ടിക്കാലം തൊട്ട് ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് communication. Communication for me, I have categorized communication into two: everyday communication and professional communication. Before that, communication ഒന്ന് define ചെയ്യുവാണെങ്കിൽ, in simple, communication is the process of sharing or exchange. The process of sharing or exchange of information, ideas, knowledge, attitude, or feeling among two or more persons through various means. Communication, there must be a center and receiver. ഒരു സെന്ററും ഒരു റിസീവറും കമ്മ്യൂണിക്കേഷനിൽ സാധാരണ രീതിയിൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഒരു ചാനൽ ഉണ്ട്, മീഡിയ, ഫീഡ്ബാക്ക്, ഇങ്ങനെ കുറെ ടെക്നിക്കൽ ആയിട്ടൊരു പ്രോസസ് ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും ഒത്തിരി ഡെപ്തിലേക്ക് പോകുന്നില്ല. ഫോർ മീ, ഐ ഹാവ് ഡിഫൈൻഡ് communication or divided communication into two: everyday communication and professional communication. Now the question is, what do you mean by everyday communication? ആ ടൈറ്റിൽ തന്നെയുണ്ട്, ഓരോ ദിവസവും നമ്മൾ ഒരുപാട് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആസ്പെക്ട്സ് നടത്തും. ഫസ്റ്റ് പിക്ചർ ഒന്ന് നോക്കുക. ഒരു 3-4 പേരിൽ 5 പേരുണ്ട് ആ പിക്ചറിൽ. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് വെർബൽ കമ്മ്യൂണിക്കേഷനുണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുണ്ട്. എല്ലാ ദിവസവും എവറി ഡേ നമ്മൾ ഒരുപാട് ഇന്ററാക്ട് നടത്തുന്നു. അതുകൊണ്ടാണ് ഈ എവറി ഡേ കമ്മ്യൂണിക്കേഷൻ വന്നത്. സെക്കൻഡ് പിക്ചർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. ഒരു അഡ്വർടൈസ്മെന്റ് ആണ്, ഒരു പ്രൊമോഷണൽ ആഡ് ആണ്. പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾ അബൌട്ട് സ്ട്രാറ്റജീസ്. Professional communication is all about strategies. You know what is happening in mass media, advertising, marketing communication, integrated marketing communication, public relations, ഇങ്ങനെയുള്ള ബിസിനസ് മാനേജ്മെന്റ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഏരിയയിലൊക്കെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. സാറിന്റെ സൗണ്ടിന് ഒരു ചെറിയ പ്രോബ്ലം എനിക്ക് തോന്നുന്നത്. ഫാനിന്റെ വല്ലതാണോ?
ഒരു അഡീഷണൽ ഓക്കെ ഫാനിന്റെ ആയിരിക്കാം. ഓക്കെയാണോ സൗസ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, ഫാനിന്റെ സോറി. ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇപ്പൊ ക്ലിയർ. പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷന് തന്ത്രങ്ങളുണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്. അത് നമ്മൾ മെയിൻ ആയിട്ട് ബിസിനസ് വേൾഡിൽ, ബിസിനസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻസ്, ക്രൈസിസ് മാനേജ്മെന്റിലൊക്കെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ്. പ്രൊമോഷനൊക്കെ എവരിഡേ കമ്മ്യൂണിക്കേഷനിലാണ് നമ്മൾ എന്താ പ്രധാനമായിട്ടും ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന ആസ്പെക്ട്സ് ഒക്കെ വരുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി കമ്മ്യൂണിക്കേഷൻ മറ്റൊരു കാറ്റഗറൈസേഷൻ, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് വൺ സെൽഫ്, ഒരു വ്യക്തി സെൽഫായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, സെൽഫ് ടോക്ക്, ആക്ട്സ് ഓഫ് ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ, ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ, ഇങ്ങനെയുള്ള ഒരു തലങ്ങളൊക്കെയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം സൈക്കോളജിയിൽ ഓൾമോസ്റ്റ് 60,000 to 80,000 തോട്ട്സ് ഒക്കെ ഡെയിലി നമ്മളിലേക്ക് വരുന്നു. റിസർച്ചേഴ്സ്, സോഷ്യൽ സ്റ്റഡീസ്, സൈക്കോളജിക്കൽ റിസർച്ചേഴ്സ് ഒക്കെ ചില സ്റ്റഡീസ് റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ഇറ്റ് മെജോറിറ്റി തോട്ട്സ് നെഗറ്റീവ് ആണെന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം നെഗറ്റീവ് തോട്ട്സിന്റെ റിസൾട്ടും നെഗറ്റീവ് ആയിരിക്കും. അപ്പം NLP, മൈൻഡ് പവർ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ കൂടുതലും നമ്മുടെ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ തോട്ട്സിനെ പോസിറ്റീവ് ആക്കാൻ നമുക്ക് ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിലൊക്കെ സഹായിക്കും. മറ്റൊരു കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും കമ്മ്യൂണിക്കേഷൻ വേറൊരു തലമുണ്ട്, ഇന്നർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അത് ഞാൻ ഇതിനകത്ത് സ്ലൈഡിലില്ല. ഇന്നർ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടുണ്ട് നമ്മൾ യൂണിവേഴ്സ് ഇല്ലെ ഗോഡ് പ്രേയേഴ്സ് ഒക്കെ ശരിക്കും ഇന്നർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇന്നർ കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ two people. Now group communication, more than 2 people, ഒരു 3 അല്ലെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം കമ്മ്യൂണിക്കേഷനിൽ ഇപ്പം മാസ്റ്റേഴ്സ് ഡിഗ്രി ഇല്ല MBA പ്രോഗ്രാം, നല്ല യൂണിവേഴ്സിറ്റിയിൽ ജോലിക്കൊക്കെ എൻട്രി ചെയ്യുമ്പോഴത്തേക്കും ഗ്രൂപ്പ് ഡിസ്കഷൻ, ക്രിയേറ്റീവ് ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ ഒരു സെലക്ഷൻ പാരാമീറ്റർ ആണ്. അപ്പൊ അവിടെയൊക്കെ എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാം, എങ്ങനെ നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ലാംഗ്വേജ് ഫ്ലുവൻസി, നമ്മുടെ വെക്കാബുലറി, ലെക്സിക്കൽ റിസോഴ്സസ്, പ്രൊനൗൺസിയേഷൻ, അതോടൊപ്പം നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ പാരാ ലാംഗ്വേജ് ആസ്പെക്ട്സ്, ടോൺ, വോയിസ് മോഡുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്തു, എവരിഡേ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. മറ്റൊരു രീതി കാറ്റഗറൈസ് ചെയ്തു, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, സെൽഫ് ടോക്ക്, അതോടൊപ്പം ഇന്നർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് ഇല്ലെങ്കിൽ യൂണിവേഴ്സ്, പിന്നെ ഇന്റർപേഴ്സണൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. നൗ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് യൂസ് ഓഫ് വേർഡ്സ്, വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് വേർഡ്സ്, വാക്കുകളില്ലാതെ. വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട്, റിട്ടൺ, ഓറൽ, അങ്ങനെയുണ്ട്. റിട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലെറ്റർ, അതൊരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു സ്പീച്ച്, പബ്ലിക് സ്പീക്കിംഗ്, അതൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ വെർബൽ കമ്മ്യൂണിക്കേഷനൊക്കെ പിന്നും കാറ്റഗറൈസ് ചെയ്യാം. വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വെർബൽ കമ്മ്യൂണിക്കേഷനായി. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആസ്പെക്ട്സിൽ വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ, ഇന്റർവ്യൂവിലൊക്കെ നടക്കുന്ന നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ആസ്പെക്ട്സ് ആണ്, കണ്ടന്റ് പാർട്ടാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് വേർഡ്സ്, വാക്കുകൾ ഇല്ലാത്ത രീതി, ജസ്റ്റേഴ്സും ബോഡി ലാംഗ്വേജ് ഒക്കെ ഉള്ള കമ്മ്യൂണിക്കേഷൻ. പാരാ ലാംഗ്വേജ് ആസ്പെക്ട്സ്, വോയിസ്, ടോൺ മോഡുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് ഇതിന്റെയൊക്കെ ഒരു റേഷ്യോ ഇല്ല പെർസെൻറ്റേജ് നോക്കാം. ഔട്ട് ഓഫ് 100, 7% വാക്കുകൾ, വേർഡ്സ്, ഇതെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. 38% വോയിസ്, ടോൺ മോഡുലേഷൻ, പോസസ്, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ്. 55% ബോഡി മൂവ്മെന്റ്സ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു സ്പീച്ച് ഞാൻ പറയാം. Friends, good evening. On this momentous occasion, I would like to express my thoughts on education. It's a fact, education saves the life of individual. അങ്ങനെ വന്നൊരു സ്പീച്ച് ഞാൻ പറഞ്ഞു. വേറൊരു ഒക്കേഷൻ ഞാൻ വന്നിട്ട് സ്പീച്ച് പറഞ്ഞു. Friends, good evening. On this momentous occasion, I would like to express my thoughts on education. It's a fact, education shapes the life of an individual. An educated person can interact with anybody. Moreover,
he is respected everywhere. So friends, I humbly request you to be conscious of your education first. I'm least inclined to extend my speech, and here I conclude my words. Thank you. ഈ രണ്ട് സ്പീച്ചിനും ഒരു ഇമ്പാക്റ്റ് ആണോ? ഒരു ഇമ്പാക്റ്റ് ആണ്. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? എന്തുകൊണ്ടായിരിക്കും രണ്ട് ഇമ്പാക്ട്? സെയിം കോണ്ടന്റ് ആണ്, സെയിം വേർഡ്സ് ആണ് യൂസ് ചെയ്തത്. ആദ്യത്തെ സ്പീച്ചിനെ മുഴുവൻ പറഞ്ഞില്ലെന്നുള്ളൂ. എന്തായിരിക്കാം റീസൺ? എന്താ? രണ്ടാമത്തേത് ലിസണർ വളരെ കീനായിട്ട് ലിസൺ ചെയ്യും, മറ്റേത് ഒരു പാസീവ് ആയിട്ട് ലിസൺ ചെയ്യത്തുള്ളൂ, ഉള്ളിലേക്കൊന്നും തന്നെ വരത്തില്ല. ഓക്കെ, ആര് ആൻസർ ചെയ്തത്? വെരി ഗുഡ്, എക്സലന്റ്. ജോബി സാർ വെരി ഗുഡ്, എക്സലന്റ്. ജോബി സാർ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അതിന്റെ റീസൺ വെച്ചിട്ട് കണ്ടന്റ് പാർട്ട് സെയിം ആണ്, സെയിം കണ്ടന്റ് ആണ് സ്പീച്ചിനെ യൂസ് ചെയ്തത്. പക്ഷെ രണ്ടാമത്തെ ലിസണർക്ക് ഒന്നും മനസ്സിലാകില്ല, റിസീവറിന് ഒന്നും മനസ്സിലാകില്ല. കാരണം അവിടെ ഞാൻ യൂസ് ചെയ്ത ടോൺ, ക്ലാരിറ്റി ഇല്ല, വോയിസ് മോഡുലേഷൻ ഇല്ല, പഞ്ചിങ് ആസ്പെക്ട്സ് ഇല്ല, അതുപോലെ പോസസ് കൊടുത്തില്ല. ദിസ് ഈസ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ. പാരാ ലാംഗ്വേജ് ആസ്പെക്ട്സ് മീൻസ് വോയിസ്. ഒരേ കണ്ടന്റ് തന്നെ. ഇപ്പോൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഞാൻ ഡോക്ടർ സാബു സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു കണ്ടന്റ് എനിക്ക് ഒരാൾ എഴുതുന്നു. ഇറ്റ്സ് മൈ ഇമൻസ് പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് ദി ഗസ്റ്റ് ഓഫ് ഓണർ ആൻഡ് സ്പീക്കർ ഓഫ് ദ ഡോക്ടർ സാബു. ഹി ഈസ് എ മാസ്റ്റർ പ്രാക്ടീഷണർ ഓഫ് ട്രാൻസാക്ഷൻ അനാലിസിസ്. അങ്ങനെ അത് ഞാൻ വായിച്ചു. വേറൊരു ഒക്കേഷനിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. Very good evening to all. It's my immense pleasure to introduce the guest of honor and speaker of the day, Dr. Sabu. He is a master transaction analyst, and let me welcome the one and told great Dr. Sabu to the floor of this academy. Our impact different ആണോ? Yes. Okay. കാരണം എന്താണ്? ഈ പഞ്ചിങ് ആസ്പെക്ട്സ്, വോയിസ്, ടോൺ മോഡുലേഷൻ. അപ്പൊ കണ്ടന്റ് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ, സ്ക്രിപ്റ്റ് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ. ബോഡി മൂവ്മെന്റ്സ്, ഇപ്പൊ ഞാൻ ഒരുപാട് ബോഡി മൂവ്മെന്റ്സോ ഒന്നും യൂസ് ചെയ്ത്, എന്നാൽ പോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് മൂന്ന് കാര്യങ്ങളും കൂടെ വേർഡ്സ്, വോയിസ് മോഡുലേഷൻ, അതായത് പാരാ ലാംഗ്വേജ് ആസ്പെക്ട്സ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ 7%, പാരാ ലാംഗ്വേജ് ആസ്പെക്ട്സ് അതായത് നോൺ ലെക്സിക്കൽ കമ്പോണന്റ് 38%, ബോഡി മൂവ്മെന്റ്സ് 55%. ഇത് മൂന്നും ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും കമ്മ്യൂണിക്കേഷന്റെ ബ്യൂട്ടി വരും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇപ്പം പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ നിൽക്കുന്ന രീതി, ഒരു നമ്മുടെ ലെക്സൊക്കെ ഒരു വി ഷേപ്പ്, ഹാൻഡ് മൂവ്മെന്റ്സ്, പോസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പ്രോക്സിമിക്സ് മീൻസ് എന്താ, നമ്മുടെ ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ പിന്നീട് ഒരു സെഷൻ നമ്മൾ തീർച്ചയായിട്ടും എടുക്കും. പ്രോക്സിമിക്സ് മീൻസ് നമുക്ക് സ്പേസിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് പേഴ്സണൽ സ്പേസ്, സോഷ്യൽ സ്പേസ്, ഇന്റിമേറ്റ് സ്പേസ്, അങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ പല തലങ്ങളുണ്ട്. ഇതൊരു ഇൻട്രൊഡക്ടറി സെഷനാണ്, നമ്മൾ ഒരുപാട് ഡെപ്തിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ നമ്മുടെ ലാംഗ്വേജിലേക്ക് വന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ഒരു മേജർ ആസ്പെക്ട് ആണ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം ആണെങ്കിൽ മലയാളം. നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസിയിലേക്ക് ഒരു വ്യക്തിക്ക്, ഒരു ഇൻഡിവിജ്വലിന് എങ്ങനെ വരാം. അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ലാംഗ്വേജിലും ഫ്ലുവൻ്റ് ഉണ്ടായിരിക്കും. പക്ഷെ ലാംഗ്വേജിൽ ഒരു വ്യക്തി നല്ല എക്സലന്റ് ആയിട്ട് ഫ്ലുവൻ്റ് ആണെന്ന് കരുതി നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ഉണ്ടോ? തിരിച്ചാണോ? ഇല്ല. കാരണം ലാംഗ്വേജ് ഇസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലാംഗ്വേജ് നമ്മൾ പറയുമ്പോൾ വേർഡ്സ് 7% ആണെന്ന് പറഞ്ഞാലും അത് നമ്മൾ 7% വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്ന് കരുതി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മോശമാകാൻ പാടുണ്ടോ? ഇല്ല. വേർഡ്സ് ആണ് പവർ കൊടുക്കുന്നത്. വാക്കുകൾ ഇല്ലെങ്കിൽ സെന്റൻസ് ഇല്ല, ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. നല്ല വേർഡ്സിലൂടെ നമുക്ക് പാരാ ലാംഗ്വേജ് ആസ്പെക്ട്സും ടോൺ, വോയിസ് മോഡുലേഷൻ ഒക്കെ കൊടുക്കണം. ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ നല്ലതായിരിക്കണം, വേർഡ്സ് നല്ലതായിരിക്കണം, നമ്മുടെ ലാംഗ്വേജ് നല്ലതായിരിക്കണം, നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് നല്ലതായിരിക്കണം തീർച്ചയായിട്ടും. അപ്പം 7% നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി 93% നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് ലാംഗ്വേജിന്റെ, ഇംഗ്ലീഷ് എന്നൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് കേരളത്തിലുള്ളവര് കുറെ പേർക്ക് ഇംഗ്ലീഷ് എന്തുകൊണ്ട് ഫ്ലുവന്റ് അല്ല, മലയാളം ഫ്ലുവന്റ് ആണ്? എന്തായിരിക്കും റീസൺ? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയും. നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുന്ന ഒരു കുഴപ്പമില്ല. മലയാളം നമ്മളെല്ലാവരും ഫ്ലുവന്റ് ആണ്, ഇംഗ്ലീഷ് എന്നാൽ എല്ലാവരും ഫ്ലുവന്റ് അല്ല. റീസൺ
ചെറുപ്പത്തിലെ തന്നെ മേഡം മനസ്സില് വന്ന് കൂടുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റുവോ, ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമർ ഉണ്ടാവുമോ, ബാക്കിയുള്ളവർ നമ്മളെ കളിയാക്കും, പിന്നീട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പറയാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മൾ ഇംഗ്ലീഷിനെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് നമ്മൾ പറയാത്തത്. അതേസമയത്ത് മലയാളം നമ്മുടെ മദർ ടങ് ആണ്, എല്ലാവർക്കും മനസ്സിലാകും. ചിലപ്പോൾ ഇംഗ്ലീഷ് പറയാൻ ബാക്കിയുള്ളവർക്ക് മനസ്സിലായെന്ന് വരില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടി ചേർന്നതാണെന്ന് ഞാൻ ധരിക്കുന്നു. താങ്ക് യു. തീർച്ചയായും ജോബി സാർ അല്ലേ പറഞ്ഞേ? അതെ. ഓക്കെ, സാറ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സാർ എന്ത് ചെയ്യുവാണ്? സാറിനെ പറ്റി അറിയാൻ ഒരാഗ്രഹം. സാർ ഒന്ന് എന്ത് ചെയ്യുവാന്നൊക്കെ ഒന്ന് പറയാം. പ്രൊഫഷനും എവിടെയാണ് സ്ഥലം? സാറ് ഞാൻ ഒരു സാറ് തന്നെയായിരുന്നു, കോളേജ് അധ്യാപകനായിരുന്നു. റിട്ടയർ ചെയ്തു. ഇപ്പൊ 5 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. ഞാനിപ്പം ഒരു സാമൂഹ്യ സോഷ്യൽ സർവീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു. പാലിയേറ്റീവ് കെയർ, അതുപോലെ സിനർജി എന്ന് പറഞ്ഞ സംഘടനയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു സാർ. താങ്ക് യു. ബെന്നി കുര്യൻ സാറിന്റെ അല്ലേ? ഓക്കെ. സാറ് നാട് എവിടെയാ സാറേ? കോട്ടയമാണോ? ഏറ്റുമാനൂർ. സാറിന്റെ നല്ല ക്ലാരിറ്റി, സാർ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണ്. നല്ല തോട്ട്സ് ഉണ്ട്. ആ തോട്ട്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന വേ, ദാറ്റ് ഈസ് എക്സലന്റ്, ഫണ്ടാസ്റ്റിക്. നല്ല ക്ലാരിറ്റി. താങ്ക് യു സാർ. താങ്ക് യു. സാർ പറഞ്ഞത് അബ്സല്യൂട്ട്ലി റൈറ്റ്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് നമുക്കൊന്ന് ഒരു ഫിയറിന്റെ ആസ്പെക്ട് ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റുവോ അങ്ങനെ ഒരു ബ്ലോക്സ് ഒക്കെ, നമ്മുടെ മെന്റൽ ബ്ലോക്സ് ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ മലയാളം എന്ന ലാംഗ്വേജ് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ആണ്. കുട്ടിക്കാലം തൊട്ട് നമ്മൾ ഒരുപാട് ലിസൺ ചെയ്തു. നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മലയാളം എന്ന ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്യപ്പെട്ടു. ആം ഐ റൈറ്റ്? യെസ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്രയും നമുക്ക് ലിസൺ ചെയ്യാനുള്ള സാഹചര്യം എല്ലാവർക്കും ഞാൻ ജനറലൈസ് ചെയ്യില്ല, എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് തെറ്റുവോ എന്നുള്ള കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പം ഒരു ലാംഗ്വേജ് മലയാളം നമ്മൾ അറിയാതെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. ഇംഗ്ലീഷ് നമുക്ക് അറിയാം, കുറെയൊക്കെ അറിയാം, പക്ഷെ അത് നമ്മൾ തെറ്റുവോ എന്ന കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ ചിന്തിച്ച്, ഇല്ലെങ്കിൽ ഇവിടെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ എന്ത് ടെൻസ് വരണം എന്നൊക്കെ ചിന്തിച്ച് സംസാരിക്കുമ്പോൾ അവിടെ നമുക്ക് ഉള്ള ഇംഗ്ലീഷിന്റെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ ഈ ലാംഗ്വേജ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെടണം. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മൈൻഡ് പവർ യൂസ് ചെയ്യണം. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ ലാംഗ്വേജ് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവെക്കണമെങ്കിൽ നമുക്ക് ലിസണിങ് സ്കിൽസ്, ലിസൺ ചെയ്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യപ്പെടാം. അപ്പൊ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് ഇന്റർനെറ്റ് ഒക്കെ ഉള്ള ഗ്ലോബൽ ലെവൽ ഒരുപാടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് കുട്ടിക്കാലത്ത് അത് കിട്ടാത്ത കാരണം ഇപ്പൊ നമുക്ക് 2 രീതിയിൽ ഇതിനെ പ്രോഗ്രാം ചെയ്യാം. ഒന്ന് ലിസൺ ചെയ്ത് സബ് കോൺഷ്യസിലേക്ക്, അതോടൊപ്പം തന്നെ നമുക്ക് ലേൺ ചെയ്ത് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരാം. ലേൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആവശ്യമുണ്ട്, കോൺഷ്യസ് മൈൻഡിന്റെ ഒരു സപ്പോർട്ട് കൂടി നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ ലാംഗ്വേജ് എടുക്കത്തുള്ളൂ. ലിസൺ ചെയ്യുമ്പോൾ കോൺഷ്യസ് മൈൻഡ് വേണമെന്നില്ല, പക്ഷെ ലേൺ ചെയ്യുമ്പോൾ നമുക്ക് കോൺഷ്യസ് മൈൻഡിന്റെ സപ്പോർട്ട് കൂടി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്യപ്പെടാം. അപ്പം ഇതാണ് ഈ മൈൻഡ് പവർ. അതോടൊപ്പം NLPയിലൊക്കെ കുറച്ച് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സിസ്റ്റം. ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ഫ്ലുവൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ്, ചിന്തിക്കാതെ ലാംഗ്വേജ് നാച്ചുറൽ ആയിട്ട് പോസസ് ഇല്ലാതെ, ബ്ലോക്സ് ഇല്ലാതെ സംസാരിക്കാൻ പറ്റുമോ, അതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അത് സ്പീഡുമായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഒരുപാട് സ്പീഡ് സംസാരിച്ചു എന്ന് കരുതി ഫ്ലുവൻറ്റ് അല്ല. നാച്ചുറൽ ആയിട്ട് പോസസ് ഇൻ ദ സെൻസ് 2 പോസസ് ഉണ്ട്, പോസിറ്റീവ് പോസസ്, നെഗറ്റീവ് പോസസ്. ഇപ്പൊ IELTS എക്സാമിനേഷനിലൊക്കെ പോസിറ്റീവ് പോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാൻഡ് സ്കോർ കുറയ്ക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പബ്ലിക് സ്പീക്കിംഗിന്റെ ഇടയ്ക്ക് ഞാൻ പറയാം, yesterday I read an article in the newspaper. The name of newspaper was The Hindu. അവിടെ ഞാൻ The Hindu എന്ന ന്യൂസ് പേര് ഓർക്കാൻ വേണ്ടി, അതെന്റെ ഒരു വെക്കാബുലറിയുടെ ഒരു കുറവ് കൊണ്ടാണോ അതൊരു അല്ല, പെട്ടെന്ന് ഒരു മെമ്മറി ആയിട്ട് കണക്ട് ചെയ്ത് അത് പോസിറ്റീവ് പോസസ്, അവിടെ നമ്മുടെ ബാൻഡ് സ്കോർ കുറയില്ല. അതോടൊപ്പം ഞാൻ പറയാം, yesterday I read അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക്, ഒരു വെക്കാബുലറി, ഒരു ലെക്സിക്കൽ റിസോഴ്സസിന്റെ കുറവ് കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും IELTS ഒക്കെ എക്സാമിനേഷൻ സ്പീക്കിംഗിൽ നമ്മുടെ ബാൻഡ് സ്കോർ കുറയും. അപ്പൊ ഈ വേർഡ്സ് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരണമെങ്കിൽ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വാക്കുകളൊക്കെ ഉണ്ടായിരിക്കണം. അത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സിസ്റ്റമാണ് ശരിക്കും നമ്മളൊരു പ്രസന്റ് ചെയ്യുന്നത്.
അപ്പം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും ഇംഗ്ലീഷ് ലിറ്ററേച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കേണ്ട ഭാഷയാണ്, സംസാരിക്കേണ്ട ഫ്ലുവൻസിയാണ്. അവിടെ ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷുമായിട്ട് കണക്ഷൻ ഇല്ല, അവിടെ ജൂലിയസ് സീസറുമായിട്ട് കണക്ഷൻ ഇല്ല, അവിടെ നമുക്ക് ഒരുപാട് ഒരു എന്താ പോയറ്റിക് ഇംഗ്ലീഷിന്റെ ആവശ്യമില്ല. നമുക്കറിയുന്ന കോമൺ വേർഡ്സ് വെച്ചിട്ട് ആ ലാംഗ്വേജിന്റെ 3 ആസ്പെക്ട്സ് ഉണ്ട്: സ്ട്രക്ചർ, വേർഡ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് ഇംഗ്ലീഷിലെ വോയിസ്. ഇത് 3 നമ്മൾ പഠിക്കണം. സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ബേസിക് ഗ്രാമർ, ടെൻസസ്, ഇതൊക്കെ നമുക്ക്, അതുപോലെ പാറ്റേൺസ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അത് സ്ട്രക്ചർ, ലാംഗ്വേജിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻസ്, ഞാനൊരു ഉദാഹരണം പറയാം എന്താണ് സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് പറയാം, ഞാൻ പറയാം, ഐ ആം വോക്കിംഗ് ഇൻ സെന്റ് തോമസ് കോളേജ്. ഐ എം വോക്കിംഗ് ഇൻ സെന്റ് തോമസ് കോളേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെന്റ് തോമസ് കോളേജ്, ഒരാൾ എന്നോട് ചോദിക്കാം, സാബു സാർ ജോർജ് എന്ത് ചെയ്യുന്നു? ഐ വോക്കിംഗ് അറ്റ് സെന്റ് തോമസ് കോളേജ് പാല എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പം അവിടെ നീ സാബു സാർ അടുത്ത് എത്ര വർഷമായിട്ട് സെന്റ് തോമസ് കോളേജ് പഠിപ്പിക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പറയാം? എനിക്ക് പറയാൻ പറ്റുമോ? ഐ എം വർക്കിംഗ് അറ്റ് സെന്റ് തോമസ് കോളേജ് പാല ഫോർ 5 years എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? I am working at St. Thomas College, Pala, correct? For 5 years, No, and you have to use the present perfect continuous tense. Now, I've been working in St. Thomas College for 6 years, and the 5 years. You should be able to change your communication like that, from present continuous to present perfect continuous tense. Oh, amazing! Who answered it? സക്കീർ ഹുസൈൻ സാറാണ്. നമുക്ക് ഇവിടെ പല പ്രാവശ്യം ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള NLP ബേസ്ഡ് ലേണിംഗിനെ ബേസ് ചെയ്ത് സാർ ഇതുപോലെ ഒരു ഫ്ലുവൻസി ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സാറാണ്. സാറിന് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാമോ? സാറൊന്ന് പ്രസന്റ് ചെയ്യാം സാറേ. Yes, I'm Sakir Hussain. I specialize in literature and also now I specialize in British and American accent. Presently, I'm working as an accent trainer. I've been with different corporate companies in India and around, and often I have just gone to 2-3 countries, Malaysia, and I already training the professors of different colleges in Malaysia. And also I'm a psychologist. I specialize in my postgraduates in psychology. Now I'm doing my PhD in clinical psychology. Thank you. Wow, excellent, sir. Awesome. I'm just flabbergasted with your language, with your fluency. Super. Okay, sir പറഞ്ഞ കറക്റ്റ് ആണ്. സാറ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരിക്കലും നമുക്ക് ഒരു ഡ്യൂറേഷൻ വെച്ച ഒരു കാലാവധി ഒരു 3 years or 5 years നമുക്ക് കൊടുക്കാൻ പാടില്ല. അവിടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരണം. അതിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ്. ഞാൻ ഇവിടെ ഗ്രാമർ ഒന്നും എടുക്കുമല്ലോ കേട്ടോ, നിങ്ങൾ അതിന് ബോർ അടിപ്പിക്കുകയല്ല. എന്താണ് സ്ട്രക്ചർ? ലാംഗ്വേജിന്റെ സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു? സെന്റ് തോമസ് കോളേജിൽ പഠിപ്പിക്കുന്നു. എന്ന് തൊട്ട് പഠിപ്പിക്കുന്നു? ഐ ആം ടീച്ചിങ് അറ്റ് സെന്റ് തോമസ് കോളേജ് പാല സിൻസ് 1995 സിൻസ് 2000 എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഡ്യൂറേഷൻ കാണിക്കണമെങ്കിൽ സിൻസ് വെക്കണമെങ്കിൽ ഇല്ല 4 വെക്കണമെങ്കിൽ ഹാവ് ബീൻ. അതുപോലെ ഒരാൾ ചോദിക്കുക നമ്മളോട് വന്നിട്ട്, ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഇൻ ദിസ് ഹോം? എത്ര നാളായിട്ട് നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നു? അവിടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. വി ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹോം ഫോർ 5 years ഇല്ല സിൻസ് 2016. അപ്പൊ അതാണ് ലാംഗ്വേജിന്റെ സ്ട്രക്ചർ. ഇപ്പം ഇംഗ്ലീഷിൽ നമുക്കറിയാം ടെൻസസ് ആർ 3, ഫോംസ് ആർ 4 അല്ലെ? പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഫോംസ് ആർ 4: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇപ്പൊ ഒരു കാര്യം തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയണമെങ്കിൽ ടെൻസിൽ നമ്മൾ മാസ്റ്റർ ചെയ്യണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരണം. നമ്മുടെ ജോബി സാറ് പറഞ്ഞ സ്കൂൾ തലം തൊട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇംഗ്ലീഷ് ഗ്രാമർ കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെ പേടിയാണ്. ശരിക്കും അത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഗ്രാമറിൽ മാസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. ബേസിക് മതി. ഇപ്പൊ നമ്മൾ ബ്രിട്ടീഷിലോ ഇല്ലെ ഓസ്ട്രേലിയയിലോ ഉള്ളവർ അവരൊക്കെ ഇംഗ്ലീഷിൽ എക്സലന്റ് ആയിട്ട് ഫ്ലുവൻ്റ് ആണ്. അവർക്ക് ഒരു പക്ഷേ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇല്ല സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്, ഒരു പക്ഷെ അവർക്ക് അറിയണമെന്നില്ല. കാരണം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ലാംഗ്വേജ് ഉണ്ട്, സെയിം ദാറ്റ് ഓഫ് മലയാളം അല്ലെ? മലയാളം നമുക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയുണ്ട്. ഇപ്പൊ ലാംഗ്വേജിന് ഈ വേർഡ്സ്, സൗണ്ട്സ്, പിന്നെ ഒരു ഇതുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഫണറ്റിക് ലാംഗ്വേജ് ആണ്. നമുക്ക് മലയാളം പോലെ, മലയാളം ആണെങ്കിൽ നമുക്ക് അപ്പം ഇത് ക്ലിയർ അല്ലേ? സ്ട്രക്ചർ, വേർഡ്സ്, വോയിസ്, സൗണ്ട്സ് ഓഫ് ഇംഗ്ലീഷ്. മലയാളം നമുക്ക് സ്പെല്ലിംഗ് നോക്കി നമുക്ക് വായിക്കാം, ഇംഗ്ലീഷ് നമുക്ക് സ്പെല്ലിംഗ്
നല്ല ഇമ്പോർട്ടൻസ് സൗണ്ട്സിനാണ് ഇമ്പോർട്ടൻസ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുട്ടിക്കാലം മുതൽ നമ്മൾ കൂടുതലും സ്പെല്ലിങ് നോക്കിയിട്ടാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പല വേർഡ്സും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവിടെ മിസ്റ്റേക്സ് സംഭവിക്കാം. ഇനി ഹിയർ ഐ എം ഷെയറിംഗ് സം ഓഫ് ഫ്യൂ ടിപ്സ് ഫോർ ഫ്ലുവൻസി. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആകാൻ വേണ്ടി കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യണം. ഇത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓരോ ടിപ്പും ചിലപ്പോൾ എല്ലാ ടിപ്പും എല്ലാവർക്കും വർക്ക്സ് ആയെന്ന് വരികയില്ല കേട്ടോ, എല്ലാവർക്കും വർക്ക് ആയെന്ന് വരത്തില്ല. ഫസ്റ്റ് വൺ ഈസ് ഫോക്കസ് ഓൺ യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആസ് എ ബിഗിനർ അല്ലെ, ഒരു ബിഗിനർ ആൻ എക്സ്പേർട്ട് വാസ് വൺസ് എ ബിഗിനർ അല്ലെ. അപ്പൊ നമ്മൾ ഒരുപാട് ഗ്രാമർ കോൺഷ്യസ് ആകേണ്ട കാര്യമില്ല. അതോടൊപ്പം നമുക്ക് ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. തുടക്കത്തിൽ മിസ്റ്റേക്സ് ഒക്കെ സംഭവിക്കാം, അത് സ്വാഭാവികമാണ്. Think in English. Stop thinking in your native language. Simple daily activities, interpersonal communication. നമ്മൾ എന്ന് വെച്ചാൽ മലയാളികൾ കൂടുതൽ നമ്മുടെ തോട്ട്സ് നമ്മൾ മലയാളത്തിലാണ്, നേറ്റീവ് ലാംഗ്വേജിലാണ്. അപ്പൊ നമ്മൾ അതോടൊപ്പം നമ്മൾ ഇംഗ്ലീഷ് ഒരു എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ സെൽഫ് ടോക്സ്, നമ്മുടെ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെയൊക്കെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റുവാണെങ്കിൽ അവിടെ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. ടോക്ക് ടു യുവർ സെൽഫ് അല്ലേ. നമ്മുടെ അതായത് ഒരു മിറർ, ഇപ്പം എൻ്റെ റൂമിൽ ഒരു മിറർ ഉണ്ട്. ഞാനിപ്പം അങ്ങനെ ഇംഗ്ലീഷ് പ്രാക്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ടോപ്പിക്സ് എടുത്തിട്ട് ഒരു 2 മിനിറ്റ് IELTS എക്സാമിനേഷനൊക്കെ നമുക്ക് ക്യൂ കാർഡ് സെഷൻ ഉണ്ട്. ഒരു ടോപ്പിക്ക് വരും, 1 മിനിറ്റ് പ്രിപ്പറേഷൻ, 2 മിനിറ്റ് സംസാരിക്കുക. അപ്പൊ ജസ്റ്റ് ഗോ ആൻഡ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. യു നോ മൈ നെയിം ഈസ് പ്രസീത, ഐ എം തുഷാർ ഫിലിപ്പ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഹിയർ ഐ ആം ഗോയിങ് ടു ഷെയർ എ ഫ്യൂ ടിപ്സ് ഓൺ, അല്ലെങ്കിൽ just a topic randomly and talk about personality. Personality is nothing but a very reflection of a self-image. Just എന്തെങ്കിലും randomly സംസാരിക്കുക 2 മിനിറ്റ്. അത് നമുക്ക് നമ്മുടെ ഒബ്സർവ് ചെയ്യാം. ഒരു 10 ദിവസം കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇമ്പാക്ട് ഡിഫറൻസ് ആയിരിക്കും. ഗ്രാജുവൽ ആയിട്ട് ഇംപ്രൂവ്മെന്റ് വരും. അതോടൊപ്പം ഡോണ്ട് ട്രാൻസ്ലേറ്റ് എവറിത്തിങ്, സ്റ്റോപ്പ് ട്രാൻസ്ലേറ്റിംഗ് അല്ലെ. ഇംഗ്ലീഷിന്റെ അതായത് ഗ്രാമർ റൂൾസ് ഇൻ യുവർ മദർ ടങ് ആർ ഡിഫറെന്റ് ഫ്രം ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന്റെ ഗ്രാമറും മലയാളത്തിന്റെ സ്ട്രക്ചറൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ലോജിക് കാണില്ല. ഹി ഈസ് റൈറ്റിംഗ് ലെറ്റർ, അവൻ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുക, അവൻ എഴുതിക്കൊണ്ടിരിക്കുക. ഇത് വേർഡ് എടുത്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സെന്റൻസ് ലോജിക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യലും. പിന്നെ ഞാൻ ആദ്യം പറയേണ്ടത് നല്ല നല്ല ടെഡ് ടോക്സ്, നല്ല റിസോഴ്സസ് ലിസൺ ചെയ്യുക. വാച്ച് വീഡിയോസ് ആൻഡ് ലിസൺ ടു ദോസ് യു നോ വാണ്ട് ടു സ്പീക്ക് ലൈക്ക് ഫ്യൂച്ചർ. നമുക്ക് ഫ്യൂച്ചറിൽ ആരെപ്പോലെ സംസാരിക്കണോ ആ രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ല പബ്ലിക് സ്പീക്കേഴ്സിനെയൊക്കെ നമുക്ക് ഡൗണിനെയൊക്കെ നമുക്ക് ലിസൺ ചെയ്ത് പഞ്ചിങ് ആസ്പെക്ട്സ് ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരാം. ടെക്നോളജി ഈസ് യുവർ ഫ്രണ്ട്, സോ യൂസ് ഇറ്റ് അല്ലേ. ടെക്നോളജി ഈസ് യുവർ ഫ്രണ്ട്, സോ യൂസ് ഇറ്റ്. അപ്പോൾ ടെക്നോളജിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം. ലിസൺ ടു റിയൽ ഇംഗ്ലീഷ്, നേറ്റീവ് ഇംഗ്ലീഷ് ലിസൺ ചെയ്യണം. എന്ന് കരുതി ഇപ്പം എല്ലാ ഫോറിൻ ഇംഗ്ലീഷും ചിലപ്പോൾ എല്ലാ ആക്സന്റും നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ടല്ലോ, ശശി തരൂർ, നമുക്ക് തീർച്ചയായിട്ടും ലിസൺ ചെയ്യാം. സറൗണ്ട് യുവർസെൽഫ് വിത്ത് ഇംഗ്ലീഷ് പീപ്പിൾ അല്ലേ. ഒരു ഇംഗ്ലീഷ് പീപ്പിളിന്റെ ഒരു സറൗണ്ടിങ്സ് നമ്മൾ തന്നെ കോൺഷ്യസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇത് കുറച്ചൊക്കെ ടിപ്സ് ആണ്. നിങ്ങൾക്ക് ഇതെല്ലാം എല്ലാവരും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതിനെ കസ്റ്റമൈസ് ചെയ്ത് സബ്ജക്റ്റീവായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലെസൺ, സ്പീക്ക്, റീഡ്, റൈറ്റ് ആൻഡ് റിപ്പീറ്റ് ഇംഗ്ലീഷ് ആൻഡ് ഡിസ്കസ് വാട്ട് കൈൻഡ് ഓഫ് ലേണർ യു ആർ. നമുക്കറിയാം ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ട്, വിഷ്വൽ ലേണേഴ്സ് ഉണ്ട് അല്ലെ. വിഷ്വൽ ലേണേഴ്സ് ഉണ്ട്, കിനസ്തറ്റിക് ആയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ തന്നെ ഇംപ്രൂവ് ചെയ്ത് സബ്ജക്റ്റീവായിട്ട് ഈ ലാംഗ്വേജിനെ പഠിക്കാൻ ശ്രമിക്കാം. കീപ് എ ലാംഗ്വേജ് ലോഗ് ഓർ ചാനൽ ഹാൻഡി. നമുക്കൊരു ബുക്ക്, സ്മോൾ ബുക്ക് ഒക്കെ നമുക്ക് വെച്ചിട്ട് ഒരു എന്തെങ്കിലും പുതിയ വെക്കാബുലറി വേർഡ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ അതിന്റെ പ്രൊനൗൺസിയേഷനും അതിൻ്റെ ഒക്കെ നോട്ടൊക്കെ ചെയ്ത് അതിന്റെ ഫെനറ്റിക്സും ഒക്കെ നമുക്ക് നോട്ട് ചെയ്ത് നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മുടെ വേർഡ് പവർ നമുക്ക് എൻഹാൻസ് ചെയ്തെടുക്കാം. വേർഡ് പവർ ഈസ് വേൾഡ് പവർ എന്നാണ് പറയുന്നത് അല്ലെ. ലോകത്തിന്റെ പവറാണ് വാക്കുകൾ. എന്തുകൊണ്ട് ശശി തരൂരിന് ലോകത്തിൽ ഏത് വിഷയത്തെ പറ്റി ചോദിച്ചാലും സംസാരിക്കാൻ പറ്റുന്ന റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതുപോലെ വെക്കാബുലറി പവർ ഉണ്ട്. Pay attention to pronunciation right from the beginning അല്ലെ. Pronunciation is very important. അപ്പം ഫെനറ്റിക്സ് മാസ്റ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ലിസൺ ചെയ്തിട്ടാണെങ്കിൽ പോലും കുറെ വാക്കുകൾ നമുക്ക് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ ബേസിക് സൗണ്ട്സ് ഒക്കെ പഠിച്ചെടുത്ത് നമുക്ക് എടുക്കാം. മേക്ക് മ്യൂസിക് യുവർ പാർട്ട് ഇൻ ലേൺ ഇംഗ്ലീഷ്. മ്യൂസിക് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ ലിസൺ ചെയ്ത് ചിലവർ ആ രീതിയിലൊക്കെ പഠിക്കുന്നുണ്ട്. Then practice by watching movies, English movies. Then work on English fluency. Don't focus much on grammar because grammar is important to write correct English and not speaking. English
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തുടക്കത്തിൽ ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഫ്ലുവൻസിയിൽ സ്പീക്കിങ്ങിൽ ഗ്രാമറിന്റെ തുടക്കത്തിൽ ആസ് എ ബിഗിനർ ഒരുപാട് കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല. കോൺഷ്യസ് ആകാൻ പോയിട്ടുണ്ട്, മിസ്റ്റേക്സ് വരും. പക്ഷെ നമുക്കറിയാം നമുക്ക് ഇംഗ്ലീഷിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഒക്കെ ഉണ്ട്. സ്പീക്കിങ്ങിൽ കൂടുതൽ ആക്റ്റീവ് വോയിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം റൈറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും പാസീവ് വോയിസിലേക്കാണ് കൂടുതലും റൈറ്റിംഗ് ആസ്പെക്ട്സ് വരുന്നത്. പിന്നെ സൗണ്ട്സ് ഓഫ് ഇംഗ്ലീഷ്, ഫൊണറ്റിക്സ് ഒക്കെ തീർച്ചയായിട്ടും ചില വാക്കുകൾ അഡ്രസ്, അപ്പം ഒരു ഫോമൽ സ്പീച്ച് പ്രസിഡൻഷ്യൽ അഡ്രസ്, അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും സ്ട്രെസ്സിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആഡ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും നൗൺ ആണ്, നമ്മുടെ ഒരു മേൽവിലാസം, അഡ്രസ്, അങ്ങനെ കുറെ ആസ്പെക്ട്സ് ഒക്കെ ഉണ്ട്. അത് ഹയർ ലെവലിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പേർട്സ് ഒക്കെ ഉണ്ട്, തീർച്ചയായിട്ടും പഠിച്ചെടുക്കാം. ടങ് ട്വിസ്റ്റേഴ്സ് ആർ ഗ്രേറ്റ് ടു പ്രാക്ടീസ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ. നമുക്ക് ടങ് ട്വിസ്റ്റേഴ്സ് അത് നമുക്ക് ഇങ്ങനെ കുറെ എക്സസൈസ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള കാര്യത്തിലേക്ക്. അതിപ്പം ജസ്റ്റ് ഒരു അവയർനെസ് ആയിട്ട് ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ലേൺ വേർഡ് സ്ട്രെസ്, ഡൈജസ്റ്റ്, ചിൽഡ്രൻസ് ഡൈജസ്റ്റ്, ദെൻ ഡൈജസ്റ്റിംഗ് ഫുഡ്, ഇതൊക്കെ തമ്മിൽ ഇപ്പം ഇതിനെപ്പറ്റി ഒരുപാട് കോൺഷ്യസ് ആണ്. ഇത് ശരിക്കും പഠിക്കണമെങ്കിൽ ആ സൗണ്ട്സ് ഓഫ് ഇംഗ്ലീഷ് തൊട്ട് തുടങ്ങണം. അപ്പം ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ഉണ്ട്. സെയിം വാക്കുകൾ സ്ട്രെസ് കൊടുക്കുമ്പോഴത്തേക്കും, സ്ട്രെസ്സിലൊക്കെ ഡിഫറൻസ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഐഡിയയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മാറ്റങ്ങൾ വരും. ദെൻ വേർഡ് പവർ, how to learn tenses, just don't learn words, learn short phrases ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക. അതാണ് ഒന്നും കൂടെ നമുക്ക് ഈസി ആയിട്ടുള്ള ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. ദെൻ ലേൺ വേർബ് ഫോംസ്, വേർബിന് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കുക. പിന്നെ സ്പെസിഫിക് സിറ്റുവേഷനിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള രീതികളൊക്കെ. ഒരു സെക്കൻഡ്, ഞാൻ 1 മിനിറ്റ് ബ്രേക്ക് എടുക്കാണ്. 1 മിനിറ്റ്. സാബു സാറെ പവർ ഒന്ന് പോയി 1 മിനിറ്റ് ബ്രേക്ക് എടുത്തോട്ടെ. സാർ എന്തെങ്കിലും സംസാരിക്കാണ്ട് സംസാരിച്ചു. ഇപ്പൊ നമ്മുടെ ഈ മാറ്റിനി വെബിനാറിന്റെ പ്രധാനമായി ഇതുപോലെ സെൽഫ് അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി, അതുപോലെ തന്നെ NLP, ഇങ്ങനെയുള്ള പല ടോപ്പിക്കുകളും പ്രത്യേകിച്ച് നമ്മൾ ആദ്യം കേട്ടതുപോലെ സക്കീർ ഹുസൈൻ സാർ എല്ലാം ഇവിടെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ക്ലാസ്സുകൾ തുടർന്ന് വരും. അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് ആർക്കെങ്കിലും ഇന്നോവേറ്റീവായി ചേരണമെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ സജീവമാകുക. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 6 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. 6 മുതൽ 7 മണി വരെ ക്ലാസ് ടൈം ആണെങ്കിൽ ചിലപ്പോൾ 8 മണി വരെയൊക്കെ അത് തുടർന്ന് പോകാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായ പോസ്റ്റ് ആൻഡ് പ്രീ മാരിറ്റൽ സൈക്കോ സൊല്യൂഷൻസിനെ കുറിച്ച് മിക്കവാറും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ഭാഗവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ. അപ്പം അങ്ങനെയുള്ള ക്ലാസ്സുകളുടെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം നമ്മളുടെ ലിങ്കിൽ തന്നെ വീഡിയോ ആയിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാബു കേരളം എന്ന് പറയുന്ന ടൈറ്റിലാണ് അത് കാണുന്നത്. അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, അത് കാണുക. അതുപോലെ ഇതൊരു സെൽഫ് അവയർനെസ് ഏരിയ അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് സീരീസ് എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ലൈഫ് ടൂളുകളുടെ പലതരത്തിലുള്ള ലൈഫ് ടൂളുകളായിട്ടുള്ള ട്രാൻസാക്ഷൻ അനാലിസിസ്, ഇനിയാഗ്രാം, അതുപോലെ ഹിപ്നോസിസ്, NLP, ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കൂടുതൽ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അറിയാവുന്നവരെയും കൂടെ ഇതിലേക്ക് ക്ഷണിക്കുക. സൊസൈറ്റിയിലേക്ക് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ വേണ്ടി അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സാർ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, താങ്ക് യു സാർ. ഇനി 1-2 വാക്കുകൾ ഞാൻ പറഞ്ഞ അതിന്റെ ഡിഫറൻസ് പറഞ്ഞുതരാം. ഈ പ്രൊനൗൺസിയേഷനിലെ സൗണ്ട്സിനൊക്കെ ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റായിട്ട് വാക്കുകൾ പ്രൊനൗൺസ് ചെയ്തില്ലെങ്കിൽ ഐഡിയ മാറിപ്പോകും, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാറിപ്പോകും. ഫോർ എക്സാമ്പിൾ, നമ്മൾ മലയാളീസ് ഏറ്റവും കൂടുതൽ സാധാരണ ഇപ്പം ഈ ഒരു ബുക്ക് എടുത്തിട്ട് റിസർച്ചേഴ്സ് ഒക്കെ മാസ്റ്റേഴ്സ് ലെവലിൽ PhD ഒക്കെ ചെയ്യുമ്പം ദ റിസർച്ചർ ഹാസ് ഡൺ കണ്ടന്റ് അനാലിസിസ് PhD ഉള്ളവരും അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എല്ലാവരും ഇല്ല, കുറെ പേര് കണ്ടന്റ് അനാലിസിസ്. ഒരിക്കലും അവരെ ഞാൻ കുറ്റം പറയത്തില്ല, കാരണം നമ്മൾ കൂടുതൽ ലെസൺ ചെയ്തേക്കുന്നത് കണ്ടന്റ് എന്നാണ്. റൈറ്റ് എന്താണ് ശരിക്കും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതെങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യേണ്ട? ബുക്കിന്റെ ആശയം content. No, C for content. Okay.
സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. നമുക്ക് കണ്ടന്റ് എന്ന് പറയത്തില്ല, കണ്ടന്റ് നമുക്ക് പറയാൻ പറ്റും. അത് സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ് എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ഇപ്പൊ ബുക്കിന്റെ ഒക്കെ എങ്കിൽ കണ്ടന്റ് അനാലിസിസ് ആണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ സാറ് മാസ്റ്റർ ചെയ്തേക്കാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാസ്റ്റർ ചെയ്താണ് സാറ്. അപ്പൊ സാറ് പറഞ്ഞ കറക്റ്റ് ആണ്, എക്സാക്ട്ലി റൈറ്റ്. അപ്പൊ നമുക്ക് തന്നെ പറയാം, ആർ യു കണ്ടന്റ് വിത്ത് ദി കണ്ടന്റ് ഓഫ് ദിസ് ബുക്ക് അല്ലെ? ആർ യു കണ്ടന്റ്, ആർ യു ഹാപ്പി വിത്ത് ദി കണ്ടന്റ് ഓഫ് ദിസ്? അപ്പൊ അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട്, നമ്മൾ ഈ മൈൻഡ് പവറിൽ ഒക്കെ നമ്മൾ ശരിക്കും കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഈ കണ്ടന്റ് എന്ന് യൂസ് ചെയ്ത്, നമുക്കിപ്പോൾ ഫണ്ടിക്സ് ഒന്നും അറിയത്തില്ലേ പോലും, നമ്മൾ ചില വാക്കുകൾ, നമ്മൾ മിക്കവാറും ഡെയിലി ഉപയോഗിക്കുന്ന വാക്കുകൾ ലിസൺ ചെയ്ത് റൈറ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്ത് കോൺഷ്യസ് എഫേർട്ട് കുറേ തവണ കോൺഷ്യസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ വാക്ക് വന്നോളും. അതോടൊപ്പം ഒരു ഓഫീസിൽ സാക്ക് എന്ന വാക്ക് സാധാരണ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ സാക്ക് എന്ന വാക്കിന്റെ അർത്ഥം? സാധാരണ ആരെങ്കിലും പറയാം സാക്ക് എന്ന വാക്ക്? ഒരു ഓഫീസ്, ഞാൻ സിറ്റുവേഷൻ പറയാം. ഒരു ഓഫീസിൽ ഒരു MD, ഒരു HR മാനേജർ പറയാം സാക്ക് ഹിം എന്ന് വെച്ചാൽ എന്താ? സാക്ക് ഹിം എന്ന് വെച്ചിട്ടുണ്ട് എന്താ? നമ്മൾ സാധാരണ നമ്മൾ കൂടുതൽ സാക്ക് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കേട്ടേക്കുന്നത് എന്താ? നൗൺ ആയിട്ട്. ചാക്ക് എന്നൊരു അർത്ഥം നമ്മൾ എല്ലാവരും കേട്ടിട്ട് കാണും അല്ലെ? ചാക്ക് എന്നൊരു അർത്ഥം, അത് നൗൺ ആണ്. സെയിം പ്രൊനൗൺസിയേഷൻ ആണ്. ടെർമിനേറ്റ് ചെയ്യുക, ജോലിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഒരു മീനിങ് വരുന്നുണ്ട് സാക്ക് വേർബ് ആയിട്ട് വരുമ്പോഴത്തേക്കും. ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ കണ്ടന്റ് സെയിം വേർഡ് സെയിം മീനിങ്, പക്ഷെ ഡിഫറെന്റ് പ്രൊനൗൺസിയേഷൻ ഉണ്ട്. അപ്പൊ മീനിങ് മാറിപ്പോകും, മീനിങ് ഡിഫറെന്റ് ആണ്. സെയിം വാക്ക് കണ്ടന്റും നമുക്കറിയാം സ്പെല്ലിംഗ് സെയിം ആണ്, പക്ഷെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്, മീനിങ് വ്യത്യാസമുണ്ട്. സാക്കിലേക്ക് വന്നിട്ടുണ്ട്, സ്പെല്ലിംഗ് സെയിം ആണ്, പ്രൊനൗൺസിയേഷനും സെയിം ആണ്, പക്ഷേ വേർബും നൗണും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ സാക്ക് ഹിം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഷാക്ക് എടുത്തുകൊണ്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ HR മാനേജർ MD പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡിസിപ്ലിൻ ആക്ഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ കൂടുതലും നമ്മുടെ ഓഫീഷ്യൽസിലെ ഗവൺമെന്റിലെ കോളേജിലൊക്കെ പ്രിൻസിപ്പൽമാരൊക്കെ മെസ്സേജ് ഒക്കെ ചെയ്യുമ്പം പ്ലീസ് കോണ്ടാക്ട് ദ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. കൺസേൺ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചിട്ടുണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെ കോണ്ടാക്ട് ചെയ്യാനാണ്. പക്ഷെ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ വറീഡ് ആയിട്ടില്ല, ദുഃഖിതരായിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെ കോണ്ടാക്ട് ചെയ്യാനാണ്. അവിടെ ലാംഗ്വേജ് സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. പ്ലീസ് കോണ്ടാക്ട് ദ ഡിപ്പാർട്ട്മെന്റ് കൺസേൺ ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കോൺഷ്യസ് ആയിട്ട് പഠിച്ചിട്ട് നമുക്കറിയാം. കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും ഉണ്ട്. ഇപ്പൊ NLP-ലേക്കൊക്കെ വരുമ്പോഴത്തേക്കും സബ് കോൺഷ്യസ് മൈൻഡിന് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞത്. കോൺഷ്യസ് മൈൻഡ് ഇസ് എ പാർട്ട് ഓഫ് യുവർ മൈൻഡ് ദാറ്റ് ഹാസ് അവയർനെസ് ഓഫ് തിങ്സ് അറൗണ്ട് യു അറ്റ് എനി ഗിവൻ ടൈം. ലോജിക്കലായിട്ട് എപ്പോഴും ഒരു വേക്കിംഗ് മൈൻഡ് ആണ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡിന്റെ സപ്പോർട്ടോടുകൂടി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് ലാംഗ്വേജിനെ, ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എങ്ങനെ നമുക്ക് എൻട്രി ചെയ്യിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യിപ്പിക്കാം. ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ ആൻഡ് സൊല്യൂഷൻ ഈസ് ഹിയർ. ഇവിടെ നമുക്കിപ്പം ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ the conscious mind can be compared to tip of an iceberg and unconscious mind is in a larger part of the submerged water. Now the question is, ഏത് മൈൻഡ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്? ഏത് മൈൻഡാണ്? ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമോ? കോൺഷ്യസ് ആണോ സബ് കോൺഷ്യസ് മൈൻഡ് ആണോ കൂടുതൽ ഇമ്പോർട്ടന്റ്? കോൺഷ്യസ് മൈൻഡ് ആണോ സബ് കോൺഷ്യസ് മൈൻഡ് ആണോ? ശ്രദ്ധിക്കേണ്ടത് സബ് കോൺഷ്യസിനെയാണ്. സബ് കോൺഷ്യസ്. ഓക്കെ നമ്മൾ ഇമ്പോർട്ടന്റ്, രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ കൂടുതൽ പവർഫുൾ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. പിന്നെ വേറൊരു വ്യത്യാസം എന്ന് വെച്ചാൽ സാറ് പറഞ്ഞ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിന് നല്ലത് ഏതാ അല്ലെ നെഗറ്റീവ് ഏതാ പോസിറ്റീവ് സൗണ്ട് ബ്രേക്ക് ആയോ? സൗണ്ട് ബ്രേക്ക് വന്നല്ലോ. സൗണ്ട് ഇല്ല സാറേ. ഇപ്പൊ ഓക്കെ. ആദ്യം പറഞ്ഞ കേട്ടില്ല. അതെന്തോ ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞു. സോറി കേട്ടോ. ഇപ്പൊ കേൾക്കാവോ സാറേ? കേൾക്കാം. അപ്പം കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് മോർ പവർഫുൾ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു ആസ്പെക്ട് ഇല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെന്നിട്ടുണ്ട്, ഈ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെന്നിട്ടുണ്ട്, നെഗറ്റീവ് ആയിരിക്കും റിസൾട്ട്. അത് ലാംഗ്വേജിന്റെ കാര്യത്തിലാണെങ്കിലും പേഴ്സണൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഇല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഏത് കാര്യത്തിലും
സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലുന്നത് അത് അതേ രീതിയിൽ അവിടെ നിൽക്കും. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് ആണെങ്കിൽ പോലും പ്രൊനൗൺസിയേഷൻ റൈറ്റ് ആയിട്ടല്ല സബ് കോൺഷ്യസ് മൈൻഡ് ചെല്ലുന്നെങ്കിൽ ഇമ്പാക്റ്റും ആ സംഭവം തന്നെ തിരിച്ചു വരുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ കോൺഷ്യസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെടുന്നു. ഇനിയിപ്പം ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, നമ്മളൊരു വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ഡീറ്റെയിൽസ് കഴിഞ്ഞ പ്രാവശ്യം സെഷൻ എടുത്തപ്പോൾ കുറെ പേര് ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഒരു സെഷൻ എടുത്തത്. ഒത്തിരി പേര് ഇങ്ങനെ കോളൊക്കെ വിളിച്ച് ചോദിച്ചായിരുന്നു ഡീറ്റെയിൽസ് ഒന്ന് തരാമെന്ന്. അപ്പൊ അന്ന് ഞാൻ ഷെയർ ചെയ്തില്ലായിരുന്നു. അപ്പോൾ പവർ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പ് നമ്മൾ ഈ May 24 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ച് കണ്ടക്ട് ചെയ്യണം. ഇത് ഏത് ഏജിലുള്ള ഒരു 10 വയസ്സിന്റെ മേലിലേക്കുള്ള ആർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ഒരു 10 വയസ്സിന്റെ തീർത്തും കിഡ്സ് ആയിട്ടുള്ള, ഏജ് ലിമിറ്റ് ഇല്ല, 40, 50, 60 എത്ര ഏജ് വരെയുള്ളവർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻസി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. ഇംഗ്ലീഷ് ഫ്ലുവൻസി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എൻഹാൻസ്മെന്റ് ആണ്. NLP, മൈൻഡ് പവർ, ലോ ഓഫ് അട്രാക്ഷൻ, സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള കുറച്ച് ടൂൾസ് യൂസ് ചെയ്ത് ഇതൊരു ബേസിക് പ്രോഗ്രാം ആയിരിക്കും. ലെവൽ 1 പ്രോഗ്രാം ആണ്. ലെവൽ 1 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക, ഈ സിസ്റ്റം എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്താണ് ശരിക്കും ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് ഇല്ലെങ്കിൽ NLP യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും നമുക്ക് NLP ഇല്ല സൈക്കോ ലിംഗ്വിസ്റ്റിക്സിനോട് ഒപ്പം തന്നെ ബേസിക് ഗ്രാമർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ബേസിക് ഗ്രാമർ. ഇപ്പൊ ഗ്രാമറിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ പാറ്റേൺസ്, ടെൻസസ്, ലെറ്റോൾ, ഗോൾഡൻ റൂൾസ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് ആസ്പെക്ട്സിനാണ് ബേസിക് ഫണ്ടമെന്റൽസ് പഠിപ്പിക്കുന്നത്. ഫണ്ടമെന്റൽ മതി നമുക്ക് ഒരു വ്യക്തി ഫ്ലുവന്റ് ആകാൻ വേണ്ടി ഗ്രാമറിനെ മാസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. പല വ്യക്തികളും എനിക്കറിയാം ഗ്രാമർ മാസ്റ്റർ ചെയ്തിട്ടും പക്ഷെ ചിലപ്പോൾ ചില സെന്റൻസുകൾ ഇംഗ്ലീഷ് പറയാൻ പറ്റാതെ വരാം. ഫ്ലുവൻസി അത് അവരുടെ കുഴപ്പമല്ല. ഈ ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ലേണബിൾ സ്കിൽ അല്ല, അതിനേക്കാൾ റാദർ ഒരു എക്സ്പീരിയൻസ്ഡ് ഫോർമാറ്റ് ആണ്. നമ്മൾ ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഒരു ടീച്ചർ ഇൻഫർമേഷൻ തരാൻ പറ്റും, അതിൻ്റെ ഒരു ഫോർമേഷനിലൂടെ ട്രാൻസ്ഫർമേഷൻ ആക്കി മാറ്റുന്നത് നമ്മുടെ പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ആണ്. പ്രാക്ടീസ് ചെയ്യുക. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ഇംഗ്ലീഷിൽ വേറൊരു ഷോർട്ട് കട്ട് ഇല്ല. അപ്പം ഇതൊക്കെയാണ് ഈവനിങ് 8 to 9:30 സൂം പ്ലാറ്റ്ഫോമിലാണ് നമ്മളൊരു PDF നോട്ട്സ് ഒക്കെ ലെവൽ 1 പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ റണ്ണിങ് ആണ് ഈ പ്രോഗ്രാം. 2-3 ബാച്ചസ് ഞാൻ നടത്തി ഓൾറെഡി. ബേസിക് ആയിട്ടുള്ള ഒരു മിനിമം ഫീ ഒക്കെ വെച്ചിട്ടുള്ളൂ, 700 rupees വെച്ചിട്ടുള്ളൂ. ഇതിന് ശേഷം നമുക്ക് ലെവൽ 2, ലെവൽ 3 ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സൗണ്ട്സും വോയിസും ഒക്കെ നമുക്ക് അഡ്വാൻസ് ലെവൽ വരുമ്പോഴത്തേക്കാണ് മെയിനായിട്ട്. ഇവിടെ മെയിൻ ആയിട്ട് ബേസിക് ഗ്രാമർ, ദെൻ പാറ്റേൺസ്, സ്മോൾ സ്പീച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ ടെൻസസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംതിങ് ഡിഫറെന്റ്. നമ്മളിപ്പം ടെൻസസ് ആർ 3. നമ്മൾ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ 4 ഫോംസ് ഉണ്ട്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, കണ്ടിന്യൂസ്. അതോടൊപ്പം ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് എടുക്കുവാണെങ്കിൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. സബ്ജക്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദി വേർബ്, എസ് ഫോം എന്ന് പറയും. ഒരു 10 ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. യൂണിവേഴ്സൽ ടൂൾ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒറ്റ ടെൻസ് ഞാൻ പറഞ്ഞ് ഷെയർ ചെയ്യാൻ സിസ്റ്റം എങ്ങനെയാണ്. പ്രസന്റ് കണ്ടിന്യൂസ്. ഇപ്പൊ പ്രസന്റ് ടെൻസ് എടുക്കുമെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് വേർബ്, എസ് ഫോം ആണ്. ഈ എസ് ഫോം വരാൻ കാര്യം സബ്ജക്ട് സിംഗിളർ ആണെങ്കിൽ വേർബിന്റെ കൂടെ ഒരു എസ് ചേർക്കണം. ഹി വർക്ക്സ്, സബ്ജക്ട് സിംഗിളർ ആണ്. അതോടൊപ്പം ദേ ആണെങ്കിൽ ദേ വർക്ക്, ദേ ആണെങ്കിൽ ദേ പ്ലൂറൽ ആണ്. അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഈസ്, ആം, ആർ, ING. ഈസ് അല്ലെങ്കിൽ ആമല്ല ആർ, ING ഫോംസ്. അത് 3 ആപ്ലിക്കേഷൻ ഉണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. നമ്മൾ സാധാരണ രീതിയിൽ സ്കൂളിലൊക്കെ പഠിച്ചത് ഈസ്, ആം, ആർ, സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ING ഫോം വേർബ്. അതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ 3 ആപ്ലിക്കേഷൻ ഉണ്ട്. ടെമ്പററി കണ്ടിന്യൂസ്, ലോങ് കണ്ടിന്യൂസ്, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ടെമ്പററി കണ്ടിന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈ ഫാദർ ഈസ് സ്ലീപ്പിംഗ്, മൈ ഫാദർ ഈസ് സ്ലീപ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ട്. എന്താ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മൈ ഫാദർ ഈസ് സ്ലീപ്പിംഗ് അതിന്റെ അർത്ഥം എന്താ? എന്തായിരിക്കാം അത് ടെമ്പററി കണ്ടിന്യൂസ് എന്ന് പറയാൻ കാര്യം? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. തൽക്കാലത്തേക്ക് ഈ ഒരു മൊമെന്റിൽ. സെക്കൻഡ് ഈസ് ലോങ് കണ്ടിന്യൂസ്. മൈ ഫാദർ ഈസ് വർക്കിംഗ് ഇൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അത് ലോങ് കണ്ടിന്യൂസ് എന്ന് പറയും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാം. ടെമ്പററി കണ്ടിന്യൂസ്, മൈ ഫാദർ ഈസ് വർക്കിംഗ് ഇൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ലോങ് കണ്ടിന്യൂസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്തുകൊണ്ടായിരിക്കും ലോങ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്? അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഡെയിലി
ഡ്യൂറേഷൻ അതന്നെ സാറ് പറഞ്ഞാൽ ഇന്നലെ ബാങ്കിൽ ജോലി ചെയ്തു, ഇന്ന് ചെയ്തു, നാളെയും ചെയ്യും ആയിരിക്കണം അല്ലെ? അത് ലോങ് കണ്ടിന്യൂസ് ആണ്. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ലെറ്റർ മീൻസ് ലെറ്റർ, എഴുത്ത്. ലെറ്റർ ആറ് പറയല്ല. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. അത് എന്തായിരിക്കും? ടെമ്പററി ആയിക്കോ ലോങ് ആയിക്കോ? ടെമ്പററി. ടെമ്പററി. ഐ ആം റൈറ്റിംഗ് എ നോവൽ. ഐ ആം റൈറ്റിംഗ് എ ബുക്ക്. അത് ലോങ് ആയിരിക്കും. കാരണം എന്താണ്? ഒരു കൂടുതൽ ഡ്യൂറേഷൻ, കൂടുതൽ പീരീഡ് വേണം. അപ്പൊ ഇങ്ങനെ ലോങ് കണ്ടിന്യൂസ്, ടെമ്പററി കണ്ടിന്യൂസ്, അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് ഒരു ആപ്ലിക്കേഷൻ കൂടി ഉണ്ട്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ഐ എം ഗോയിങ് ടു മുംബൈ ടുമാറോ. അതായത് നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ചു വെച്ചേക്കുന്നത് ഫ്യൂച്ചർ ടെൻസ് എന്ന് കണ്ടാൽ ഷാൾ ഓർ ബിൽ അവിടെ വരും. അമ്മ റൈറ്റ്? ശരിയല്ല സാർ? കൂടുതലും നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചേക്കുന്ന സിസ്റ്റം ഷാൾ ആൻഡ് ബിൽ അവിടെ വരും. പക്ഷെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്ത് ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യം, ഫ്യൂച്ചർ ടെൻസിൽ ഉള്ള കാര്യം, നടക്കാൻ പോകുന്ന കാര്യം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പറ്റും. ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഐ എം ഗോയിങ് ടു മാരി ഹെർ. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. ഈ ഒരു അവയർനെസ് നമുക്ക് എല്ലാവർക്കും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഫിക്സ്ഡ് പ്രോഗ്രാം, ഒഫീഷ്യൽ ആയിട്ടുള്ള ഫിക്സ്ഡ് പ്രോഗ്രാം. മൈ കോളേജ് അല്ല ശരിക്കും കോളേജ് പ്രൊനൗൺസിയേഷൻ. കോളേജ് റീഓപ്പൺസ് ഓൺ 1st June. മൈ കോളേജ് റീഓപ്പൺസ്. മൈ കോളേജിലെ ക്ലാസ്സസ് വിൽ സ്റ്റാർട്ടിന്റെ ആവശ്യമുണ്ടോ? ക്ലാസ് സ്റ്റാർട്ട്സ് ഓൺ 1st June. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഫിക്സ്ഡ് പ്രോഗ്രാം നമുക്ക് പറയാം. പ്രൈം മിനിസ്റ്റർ അറൈവ്സ് ഹിയർ ടുമാറോ. പ്രൈം മിനിസ്റ്റർ വില്ല് പറയേണ്ട കാര്യമില്ല, അത് ഒഫീഷ്യലാണ്. അപ്പം ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഫിക്സ്ഡ് പ്രോഗ്രാം നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചറിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യം, ഒരു സിനിമയ്ക്ക് പോകുന്നത്, ഒരു മൂവിക്ക് പോകുന്നത്, ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നത്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് ഐ ആം. ഇപ്പൊ നമുക്കൊരു മെസ്സേജ് ഗ്രൂപ്പിൽ ഇടണമെങ്കിൽ ഇപ്പം വി വിൽ ഹാവ് ക്ലാസ് ടുമാറോ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, തെറ്റൊന്നുമില്ല. വി ആർ വെച്ചിട്ട് ING ഫോം വെച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പൊ ഇങ്ങനെ പല ടെൻസിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ വി വിൽ പ്ലേ വിത്ത് ദാറ്റ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അങ്ങനെയുള്ള ആസ്പെക്ട്സ് ആണ് സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളെയൊക്കെ വെൽക്കം ചെയ്യുന്നു. ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം. ദെൻ NLPയിലേക്ക്, നമ്മൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. എന്താണ് NLP? ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. NLP is like an honest manual for your brain. നമ്മൾ ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ, വാഷിംഗ് മെഷീൻ ഒക്കെ മേടിക്കുമ്പോൾ ഒരു ഓണസ്റ്റ് മാനുവൽ ഉണ്ട്. അപ്പൊ NLP നമുക്ക് ബ്രെയിനിനായിട്ട് കണക്ട് ചെയ്തുള്ള ഒരു ഓണസ്റ്റ് മാനുവൽ ആണ്. ഒരു കറക്റ്റ് അവയർനെസ് നൽകുന്നത്. സ്റ്റഡി ഓഫ് ഹ്യൂമൻ എക്സലൻസ്. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ ലൈഫിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ബൈ NLP in your life you can become more efficient and productive. നമുക്കൊരു പ്രൊഡക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ തോട്ട്സിനെ പോസിറ്റീവ് ആക്കി ഒരു ബെറ്റർ വേർഷൻ അല്ലെ, നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ, ഒരു ഐഡിയൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇല്ല പ്രൊഫഷണൽ എക്സലൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് സക്സസ് മന്ത്രാസ്, അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിനെ എങ്ങനെ മോഡൽ ചെയ്തെടുക്കാം, എങ്ങനെ നമ്മളിലേക്ക് കൊണ്ടുവരാം, അങ്ങനെ അത് കൂടുതൽ പേഴ്സണൽ ഫ്രീഡം നമുക്ക് നൽകുന്നു. ഓവറോൾ നമ്മളൊരു ബെറ്റർ എഫിഷ്യന്റ് ആൻഡ് പ്രൊഡക്റ്റീവ് വേർഷൻ ആക്കി മാറ്റുന്നു. ഒരു കളക്ഷൻ ഓഫ് ടെക്നിക്സ് ഉണ്ട്. പിന്നെ NLPയുടെ പ്രത്യേകത വെച്ചാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രൂഫ്, ഇറ്റ്സ് അബൌട്ട് റിസൾട്ട് ഓറിയന്റഡ് ആണ്. നമുക്ക് പ്രൂഫ് വെച്ചിട്ടല്ല, നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് വെച്ചിട്ടാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. 1 second. Okay. With the tool that NLP offers, you can change the way you think, feel and act about almost anything in life. നമ്മുടെ തോട്ട്സ് ഇല്ല തിങ്കിങ് പ്രോസസ്സിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും നിങ്ങൾ ഈ കോണ്ടന്റ് പാർട്ട് നിങ്ങൾ വായിച്ചു നോക്കണ്ട കേട്ടോ. ഞാൻ പറയുന്നത് ജസ്റ്റ് ലിസൺ ചെയ്താൽ മതി. ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട്സിലേക്ക് മാത്രമേ നമ്മൾ പോകുന്നത്. മേജർ ആപ്ലിക്കേഷൻസ്, NLPയുടെ മേജർ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? പേഴ്സണൽ ലൈഫ്. സാധാരണ ഡിസ്റ്റർബൻസ് വല്ലതും വരുന്നുണ്ടോ? സൗണ്ട് ഡിസ്റ്റർബൻസ് വല്ലതും ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഗസ്റ്റ് പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. NLPയുടെ മേജർ ആപ്ലിക്കേഷൻസ് പേഴ്സണൽ ലൈഫില്, ഫാമിലി ലൈഫില്, പേരന്റിങ്ങില്, ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ ഒക്കെ നമുക്ക് NLPയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷനിലുണ്ട്, എഡ്യൂക്കേഷൻ, ടീച്ചിങ്, ട്രെയിനിങ്, കൗൺസിലിംഗ്,
തെറാപ്പി, സ്പോർട്സ്, മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻസ്, ബിസിനസ്, ഓൺടർപ്രണർഷിപ്പ്, ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ വൈഡ് വെറൈറ്റീസ് ഓഫ് ടൂൾസ്, ആപ്ലിക്കേഷൻസ് ഉണ്ട്. ചിലപ്പോൾ NLPയുടെ ഒരു പ്രീ സപ്പോസിഷൻ മതി നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ, ഒരു ടൂളും വേണ്ട. ഇന്ന് NLPയിൽ നമുക്ക് എന്താ ഒരു ഫെയിലിയർ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ദർ ഇസ് നത്തിങ് കോൾഡ് ഫെയിലിയർ ഇൻ NLP, ഓൺലി ഫീഡ്ബാക്ക്. അല്ലെ, നമ്മൾക്ക് ഫെയിലിയർ എന്ന് തോന്നുന്ന ചില കാര്യം NLPയുടെ ഒരു ഫീഡ്ബാക്ക് ആണ്. അല്ലെ, ബൈ മോഡലിംഗ് എക്സലൻസ്, അല്ലെ, എക്സലന്റ് ആയിട്ടുള്ള എക്സലൻസ് അച്ചീവ് ചെയ്തേക്കുന്ന ആൾക്കാരെ മോഡൽ ചെയ്താണെങ്കിൽ നമുക്ക് അവരുടെ സക്സസ് മെൻട്രാസ് മനസ്സിലാക്കി നമുക്കും അതിലേക്ക് വരാൻ പറ്റും. ഇങ്ങനെ ചില കോൺസെപ്റ്റ് മതി ഒരു മനുഷ്യനെ ട്രാൻസ്ഫോം ചെയ്യാൻ. പിന്നെ NLPയിൽ പ്രധാനമായിട്ട് ഇത് ആപ്ലിക്കേഷൻ ഏരിയ ആണ്. NLP നടക്കുന്ന കാര്യങ്ങൾ ഇന്റേണൽ ആയിട്ട് പ്രോഗ്രാമിംഗ്, റീപ്രോഗ്രാമിംഗ്, സ്ലൈഡ് കാണാലോ അല്ലെ, റീപ്രോഗ്രാമിംഗ്, ഈ 3 ആസ്പെക്ട്സ് ആണ്. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന നിമിഷം മുതൽ 7-8 വയസ്സിൽ 12 വയസ്സ് വരയ്ക്കാൻ പറ്റേക്കും അവിടെ ആ കുട്ടിയുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് 5 സെൻസ് ഓർഗൻസിലൂടെ 5 യന്ത്രങ്ങളിലൂടെ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തറ്റിക് ആയിട്ട് വരുന്ന എല്ലാ എക്സ്പീരിയൻസും പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, മിക്സ് ആകാം. അവിടെ പോസിറ്റീവായിട്ട് പ്രോഗ്രാമിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ 8-12 വയസ്സിൽ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ അത് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ട്. എന്നാൽ എല്ലാവരിലും പോസിറ്റീവായിട്ട് വരണമെന്നില്ല, പല സിറ്റുവേഷനുണ്ട്, പല സാഹചര്യങ്ങൾക്കുണ്ട്. അപ്പൊ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ NLP ടൂൾസ് വെച്ച് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇനി അതല്ല, റീപ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ട്, നാളെ എനിക്കൊരു പബ്ലിക് സ്പീക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്, ഒരു ട്രെയിനിങ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ചില ടൂൾസ്, ഫോർ എക്സാമ്പിൾ സർക്കിൾ ഓഫ് എക്സലൻസ് എന്ന ടൂൾ വെച്ചിട്ട് എനിക്ക് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ വെച്ച് എന്നെ പ്രീ പ്രോഗ്രാം ചെയ്ത് എൻ്റെ കോൺഫിഡൻസ് എനിക്ക് എൻഹാൻസ് ചെയ്ത് നാളെ അവിടെ പോയി എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ടെക്നിക്സ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ ഉണ്ട്. ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് ഒത്തിരി നമ്മളിപ്പോൾ പോകുന്നില്ല. റിച്ചാർഡ് ബാൻഡ്ലർ ആൻഡ് ജോൺ ഗ്രിൻഡർ, ഇവർ രണ്ടുപേരും കൂടെ കൂടി, ജോൺ ഗ്രിൻഡറിന്റെ ഒരു പ്രൊഫസറാണ് ശരിക്കും റിച്ചാർഡ് ബാൻഡ്ലർ. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ the birth took place of NLP took place in 1970s. 1970 അതൊന്ന് പറഞ്ഞേക്കാം. 1970 NLP US-ലാണ്. റിച്ചാർഡ് ബാൻഡ്ലർ എ മാസ്റ്റർ ലെവൽ സ്റ്റുഡന്റ് ഓഫ് ഇൻഫർമേഷൻ സയൻസ്. റിച്ചാർഡ് ബാൻഡ്ലർ ഒരു മാസ്റ്റർ ലെവൽ സ്റ്റുഡന്റ് ആയിരുന്നു. ജോൺ ഗ്രൈൻഡർ അദ്ദേഹത്തിന്റെ പ്രൊഫസറായിരുന്നു. അപ്പം ഇവര് രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്ത് എന്തുകൊണ്ട് ചില തെറാപ്പിസ്റ്റ് ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ക്ലയൻസിലെ പോസിറ്റീവ് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ചിലരെ കൊണ്ട് പറ്റുന്നു, ചിലരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ റിച്ചാർഡ് ബാൻഡ്ലറും ജോൺ ഗ്രൈൻഡറും സ്റ്റഡി നടത്തിയ 3 പേരാണ് വെർജീനിയ സറ്റേർ, മദർ ഓഫ് ഫാമിലി തെറാപ്പി, ഫ്രിറ്റ്സ് പെർൽസ്, ഫാദർ ഓഫ് ജെസ്റ്റാൾട്ട് തെറാപ്പി, മിൽട്ടൺ നിൽസൺ, ഗ്രാൻഡ്ഫാദർ ഓഫ് ഹിപ്നോതെറാപ്പി. ഇവരിൽ 3 പേരിലും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്, ഇവരിൽ വരുന്ന ക്ലയൻസ് പോസിറ്റീവായിട്ട് തിരിച്ചു പോകുന്നു, പോസിറ്റീവ് റിസൾട്ട് ചേഞ്ചസ് ട്രാൻസ്ഫർമേഷൻ വരുത്താൻ നടത്തുന്നു. എന്തുകൊണ്ട് ഇവർക്ക് പറ്റുന്നു എന്നത് സ്റ്റഡി നടത്തിയിട്ടാണ് റിച്ചാർഡ് ബാൻഡ്ലറും ജോൺ ഗ്രൈൻഡറും ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന ഏരിയ തന്നെ ഇൻവെന്റ് ചെയ്തത്. ഇതാണ് എൻ്റെ ബേസിക് ഹിസ്റ്ററി, ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഇനി ലാംഗ്വേജ് ലേണിംഗും ആയിട്ടില്ല സ്കിൽസ് ലേണിംഗ്, ഇവിടെ എക്സ്പെഷ്യലി ഞാനിപ്പോൾ NLP മെയിൻ ആണ് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇംഗ്ലീഷ് ഫ്ലുവൻസി കമ്മ്യൂണിക്കേഷൻ ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ സെഷൻ എടുക്കുന്നത്. NLPയിലേക്ക് ടച്ച് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ഏരിയ ആണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ തെറാപ്പിയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ലാംഗ്വേജ് ലേണിംഗുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ സൈക്കോളജിയിൽ ഒരു സ്കിൽ അക്വയർ ചെയ്യാൻ 4 ലെവലുണ്ട്. അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ്, കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ്, കോൺഷ്യസ് കോമ്പിറ്റൻസ് ആൻഡ് അൺകോൺഷ്യസ് കോമ്പിറ്റൻസ്. ഒരു കാര്യം നമ്മൾ മാസ്റ്റർ ചെയ്ത് വരണമെങ്കിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ വരണമെങ്കിൽ ഈ അൺകോൺഷ്യസ് കോമ്പിറ്റൻസ് ലെവലിൽ വരണം. അൺകോൺഷ്യസ് എന്ന് വെച്ചാൽ അത് സബ് കോൺഷ്യസ് ലെവലാണ്. അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ അറിയാതെ തന്നെ കോമ്പറ്റൻസ് നമ്മളിലേക്ക് അച്ചീവ് ചെയ്യുക, ആ ഒരു ലെവലിലേക്ക്. ഇപ്പൊ അത്രയും അറിഞ്ഞാൽ മതി. ഇത് 4 നമ്മൾ ഒത്തിരി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ഒരു കുട്ടി ഇപ്പം നമ്മൾ ജനിച്ചു 5-6 വയസ്സിലൊക്കെ ഡ്രൈവിംഗിൽ ഇൻകോമ്പിറ്റന്റ് ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേജിലാണ് അൺകോൺഷ്യസ് ആണ്, കാറുണ്ട്, ഡ്രൈവിംഗ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യമൊന്നും ആ കുട്ടിക്ക് അറിയത്ത് പോലുമില്ല. അൺകോൺഷ്യസും ആണ്, ഇൻകോമ്പിറ്റന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് 10-12 വയസ്സൊക്കെ വന്നപ്പോഴത്തേക്കും ഡ്രൈവിംഗ് ഉണ്ട്, കാറുണ്ട്, കോൺഷ്യസ് ആണ്, പക്ഷെ ഇൻകോമ്പിറ്റന്റ് ആണ്. കോൺഷ്യസ് ആണ്, ഇൻകോമ്പിറ്റന്റ് ആണ്. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചു, ആദ്യ നാളുകളൊക്കെ നല്ല കോൺഷ്യസ് ആയിട്ട് വണ്ടി ഓടിക്കും, ക്ലഷോ ബ്രേക്ക് ഒക്കെ നോക്കി വണ്ടി വളരെ കോൺഷ്യസ് ആയിട്ട് വണ്ടി ഓടിക്കും. കോൺഷ്യസ് കോമ്പറ്റൻസ് ആണ്. കോൺഷ്യസ് മൈൻഡിലൂടെ സപ്പോർട്ട് കൂടി കോമ്പറ്റൻസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺകോൺഷ്യസ് ലെവലിൽ ക്ലച്ച്
നമ്മുടെ മൈൻഡിന്റെ ആവശ്യമില്ല, വേറെ കാര്യം ചിന്തിച്ചുകൊണ്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സ്പെർട്ടൈസ് ചെയ്യാം. കാരണം കോമ്പറ്റൻസ് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. NLP പറയുകയാണെങ്കിൽ അൺകോൺഷ്യസ് ആണ്. അൺകോൺഷ്യസും സബ് കോൺഷ്യസും സംവാട്ട് സിമിലർ ആണ്. വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ വ്യത്യാസമുണ്ട്. NLP അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ലാംഗ്വേജിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക്, അതായത് സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന് വെച്ചാൽ ബോധമില്ലാത്ത അവസ്ഥ എന്നല്ല, നമ്മൾ സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് നമ്മൾ അറിയാത്ത രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഫ്ലുവൻസി വരുന്നത്. ഇത് ഞാനിപ്പോൾ ഈ സെഷനിൽ എടുക്കാൻ കഴിച്ചാൽ ഈ ഒരു അവയർനെസ് നമുക്ക് തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. മോഡലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി പ്രീ സപ്പോസിഷൻ NLP ദാറ്റ് ഇഫ് വൺ പേഴ്സൺ ക്യാൻ ഡു സംതിങ് എനിവൺ ക്യാൻ ലേൺ ടു ഡു ദാറ്റ്. ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യാമെങ്കിൽ ആർക്കും മറ്റൊരാർക്കും ഇത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ബിക്കോസ് വി ഓൾ ഷെയർ സെയിം ന്യൂറോളജി, എല്ലാവർക്കും സെയിം ന്യൂറോളജി ആണ്. സംതിങ് എ പേഴ്സൺ ക്യാൻ ഡു, യു ക്യാൻ ഡു ഇറ്റ് ടു. ബട്ട് യു നീഡ് നോട്ട് ടു ഫൈൻഡ് ഹൗ ദ പേഴ്സൺ മാനേജ്. നമ്മൾ അത് ഒരു മനുഷ്യൻ എങ്ങനെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നു, എന്തുകൊണ്ട് റിസൾട്ട്സ് ഉണ്ടാക്കുന്നു, എന്തുകൊണ്ട് പ്രൊഡക്റ്റീവ് ആണ്, അദ്ദേഹത്തിന്റെ തോട്ട്സ് എങ്ങനെയായിരിക്കാം എന്നൊക്കെ നമ്മൾ തന്നെ ഒരു സ്റ്റഡി നടത്തി ആ എക്സലൻസ് നമ്മൾ തന്നെ അച്ചീവ് ചെയ്തെടുക്കുന്നു. അപ്പം പ്രീസപ്പോസിഷൻ if one person can do something, if Dr. Sabu can do something, I can do it. ആ ഒരു തോട്ട്സ് വരുന്നു. അപ്പൊ ഡോക്ടർ സാബുവിന്റെ തോട്ട്സ് എങ്ങനെയായിരിക്കാം, എന്തുകൊണ്ടായിരിക്കും ഇത്രയും ക്രെഡിബിൾ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ സാബു സാറിന് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സിസ്റ്റം ഫ്രീ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നു, എന്തുകൊണ്ട് സാബു സാറിന്റെ സെഷനിൽ ലിങ്ക് വന്നപ്പോഴത്തേക്കും ആൾക്കാർ വരുന്നു, അതൊരു സ്ട്രാറ്റജിയാണ്. അപ്പൊ സാബു സാറിനോട് ഫോം വിളിച്ച് ചോദിച്ചാണ് ഞാൻ മനസ്സിലാക്കേണ്ടതല്ല, ഒബ്സർവ് ചെയ്ത് പല രീതിയിലും എനിക്കത് പഠിച്ചെടുക്കാം. അതാണ് NLP മോഡലിംഗ് എന്ന് വെച്ചിട്ടുള്ളത്. The process of recreating excellence, recreate here. Here are my mentees, which I'm modeling. Mr. Josh Carmichael, Master Practitioner, Neurolinguistic Programming, HRD Trainer. It is in France, my mentor. Psycholinguistic Trainer is from Thrissur, Corporate, International Corporate Guru. Josh Carmichael, Edison Sir. The NLP communication model. This is a basic external event. 5 sense organs. ഒരു ഇന്റേണൽ റെപ്രസെന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു IR. ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഫിസിയോളജി ഉണ്ട്. ഈ സ്റ്റേറ്റിലും ഫിസിയോളജിയിലും ഈ സ്റ്റേറ്റിൽ വരുന്ന മാറ്റം ഫിസിയോളജിയിലും ബിഹേവിയറിലും ഇമ്പാക്ട് ചെയ്യുന്നു. എക്സ്റ്റേണൽ ഇവന്റ് ആണ് ശരിക്കും ബിഹേവിയർ ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ എക്സ്റ്റേണൽ ഇവന്റിൽ നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ IR ഇന്റേണൽ റെപ്രസെന്റേഷനിൽ നെഗറ്റീവായിട്ട് കാണും. അപ്പോൾ NLP തെറാപ്പീസ് ഒക്കെ വെച്ചിട്ട് ഈ IR-ൽ മാറ്റങ്ങൾ വരുത്താൻ, ഇവൻ സ്റ്റേറ്റിൽ മാറ്റങ്ങൾ നടത്തുമെങ്കിൽ ഫിസിയോളജിയിലും ബിഹേവിയറിലും മാറ്റങ്ങൾ വരുത്താം. ദിസ് ഇസ് ബേസിക് മോഡൽ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ കുറേ ഉണ്ട്, നമ്മൾ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ച് വൺ ഓഫ് us has a certain frame of reference to which we look at the way that people, events and situations. ഓരോ ഫ്രെയിംസ് ഉണ്ട്. നമ്മളൊരു ഇവന്റിനെ കാണുന്നത് COVID-19 ഞാൻ കാണുന്ന രീതിയിലായിരിക്കില്ല സാബു സാറ് കാണുന്നത്, റോയ് സാറ് കാണുന്നത്, ഫാദർ തോമസ് കാണുന്നത്, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. അപ്പൊ അത് നമ്മുടെ ബിലീഫ് സിസ്റ്റവും നമ്മുടെ വാല്യൂസും ആറ്റിറ്റ്യൂഡും കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കാവോ, 3 ഗേൾസ് ഒരു സിമിലാരിറ്റി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 3 ഗേൾസ് സിമിലാരിറ്റി. Any one of you? Depressed ആയിട്ടുള്ള. Okay, very good. Yeah, very good. Depressed ആയിട്ടുള്ള നമുക്കൊരു സിറ്റുവേഷൻ എടുക്കാം. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ഇത് വന്നേക്കുന്ന ഒരു പക്ഷേ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ കയറി കഴിഞ്ഞത് ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയില്ല, എല്ലാവരും ഒരു ചിലപ്പം അവിടെ വെച്ചിട്ട് ഒരു ഇൻസൾട്ട് ആകുന്നൊരു സിറ്റുവേഷൻ ഒക്കെ വന്നു. അതുകൊണ്ടാണെന്ന് വിചാരിക്കാം. വാട്ട് വെന്റ് റോങ്, എന്ത് തെറ്റ് പറ്റും. അതോടൊപ്പം ലൈഫിൽ പല പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ ഈ സ്റ്റേറ്റിലിരിക്കാട്ടോ. ഞാൻ ലാംഗ്വേജുമായിട്ട് കണക്ട് ചെയ്തെന്ന് പറഞ്ഞുള്ളൂ. വാട്ട് വെന്റ് റോങ്, നമ്മുടെ ലൈഫിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവും, ഇല്ല ചിലപ്പം നാളെ ഇരിക്കാതിരിക്കട്ടെ. വാട്ട് വെന്റ് റോങ്, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, എന്ത് തെറ്റ് പറ്റി, അത് നല്ലൊരു ചിന്തയാണ്, എവിടെ തെറ്റ് പറ്റി എന്നുള്ളത്. പക്ഷെ ഹൂ ഇസ് ടു ബി ബ്ലെയിംഡ്, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടാണോ? ഹൂ ഇസ് ടു ബി ബ്ലെയിംഡ്, ആർക്കെങ്കിലും അഡ്മിറ്റ് ചെയ്ത് പറയാം, അത് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടാണോ? അല്ല. വൈ ഇസ് ഓൾവേസ് ഹാപ്പനിങ് ടു ബി, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് ഇങ്ങനെ പറ്റുന്നു? ഇങ്ങനെ ചില ആൾക്കാരുണ്ട്, അല്ല നമ്മൾ ചിലപ്പോഴെങ്കിലൊക്കെ ലൈഫിൽ ഇങ്ങനെയാകാം. അത് പ്രോബ്ലം ഫ്രെയിമിലാണ്. സോ ഹിയർ ഇസ് ദ സൊല്യൂഷൻ ഫ്രെയിം. These people always think about, how can I accomplish my quick goal, my goal in quick time? എങ്ങനെ എൻ്റെ ഗോൾസ് എനിക്ക് ക്വിക്കായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും? വാട്ട് മസ്റ്റ് ഐ ഡു ടുഡേ, ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? കമ്മിങ് ഡേയ്സ്, നാളെ ഞാൻ എന്ത് ചെയ്യണം? നാളേക്ക് എന്ത് ചെയ്യണം? കമ്മിങ് ഡേയ്സ്.
who are the people I must approach for the help. In the ആരെയൊക്കെ ഞാൻ എൻ്റെ മെന്റർ ആയിട്ട് ലൈഫിലേക്ക് എടുക്കണം, whether I should call for Father Thomas or Dr. Sabu, Mr. Roy MC, ആരെയും ഞാൻ മെന്റർ ആയിട്ട് ആരെയൊക്കെ അപ്രോച്ച് ചെയ്യണം, ആരൊക്കെ എന്തൊക്കെ സംസാരിക്കണം, ഡിസ്കസ് ചെയ്യണം, what different approaches can I try to get to, whether I should go for TA or NLP, ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിക്കണം, NLP പഠിക്കണം, അല്ലെങ്കിൽ മെന്റേഴ്സിന്റെ എന്ത് സൈക്കോളജിക്കൽ, ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള രീതി നല്ല ഏത് ബുക്സ് ഞാൻ വായിക്കണം, അവർക്ക് എപ്പോഴും ലൈഫിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇപ്പൊ NLP TA ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സൊല്യൂഷൻ ഫ്രെയിമിലേക്ക്, ഔട്ട്കം ഫ്രെയിമിലേക്ക് നമുക്ക് വരും, പ്രോബ്ലം ഫ്രെയിം. അപ്പൊ കൗൺസിലേഴ്സ്, ട്രെയിനേഴ്സ് ഒക്കെ ജസ്റ്റ് ഒരു അവയർനെസ് നൽകുന്നുള്ളൂ. പ്രോബ്ലം ഫ്രെയിമും ഉണ്ട്, ഔട്ട്കം ഫ്രെയിമും ഉണ്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാതെ, ഒട്ടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആണ് ഇതാന്ന് വിചാരിക്കുക. ഐ എം ഹിയർ ടു ഹെൽപ്പ് യു ടു ബിക്കം ഇൻ സൊല്യൂഷൻ ഫ്രെയിമിലേക്കുള്ള ഒരു പാത്ത് തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നല്ല എക്സലന്റ് ആയിട്ട് ഫ്ലുവൻസിലേക്ക് വരുന്ന ഒരു പാത്ത് തീർച്ചയായിട്ടും. ആൻഡ് ഹിയർ ഇസ് അബൌട്ട് സ്മാർട്ട് ഗോൾസ്, അല്ലെ? ഗോൾസ് ഇതെല്ലാവർക്കും അറിയാം. സ്പെസിഫിക് ആയിരിക്കണം, നമ്മുടെ ഗോൾസ് മെഷറബിൾ ആയിരിക്കണം, അഡ്ജസ്റ്റബിൾ ആയിരിക്കണം, ഇല്ല അറ്റൈനബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈം എക്സ്പ്രസ് ചെയ്യണില്ല. ഇതിനകത്ത് എല്ലാവരും തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള, എന്നേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയേഴ്സ് ആണ്. ഇവർക്കെല്ലാം സ്മാർട്ട് ഗോൾസ് നമ്മൾ ട്രെയിനിങ് സ്റ്റുഡൻസിന് കേൾക്കുന്നതാണ്. ബട്ട് ഹിയർ ഇസ് എ ന്യൂ വേർഷൻ ഓഫ് മൈൻ, മേക്കിംഗ് സ്മാർട്ട് ഗോൾസ് സ്മാർട്ട്. സ്മാർട്ട് ഗോൾസിനെ എങ്ങനെ സ്മാർട്ടർ ആക്കി മാറ്റുക, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ, അല്ലെ? 2021 കോവിഡ് ടൈം അങ്ങനെയുള്ളവർക്കാണ്, അങ്ങനെയുള്ള ട്രെയിനേഴ്സിനാണ്, അങ്ങനെയുള്ള കൗൺസിലേഴ്സ് ആണ്. When the desired outcomes meet the following criteria, NLP says that it satisfies the well-formed conditions for every result you want to achieve. Ask yourself the following 7 questions. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വായിക്കുന്നുള്ളൂ, അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഈ സ്മാർട്ട് ഗോൾസിനെ നമ്മൾ സ്മാർട്ടർ ആക്കി മാറ്റുവാണ്. ER ആഡ് ചെയ്തു. E for evaluating and R for reorganize. നമുക്കറിയാം കഴിഞ്ഞ മാർച്ചിൽ COVID-19 ഒക്കെ വന്നു, ഇന്ത്യയിലൊക്കെ വന്നു, കേരളത്തിലൊക്കെ വന്നു. ഒരുപാട് ട്രെയിനേഴ്സിന് ഒരുപാട് ബുക്ക് ചെയ്ത് പ്രോഗ്രാംസ് ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പം 60, 70, 80 പ്രോഗ്രാംസ് ഒക്കെ ക്യാൻസൽ ആയിപ്പോയി. അപ്പം ഈ സ്മാർട്ടായിട്ടുള്ള വേർഷനിൽ നിന്നും സ്മാർട്ടർ ആയിട്ട് വന്നിട്ടുള്ള ട്രെയിനേഴ്സിനൊക്കെ ഇന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, നല്ല ക്രെഡിബിലിറ്റി ഉണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, സൂമും ഗൂഗിൾ മീറ്റും ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് പണ്ടത്തെക്കാളും 4 ഇരട്ടി 5 ഇരട്ടി ഇൻകം ഒക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഫീഡ്ബാക്ക് ഒക്കെ മേടിച്ച് പോകുന്ന, ഇൻകം ഗെയിൻ ചെയ്യുന്ന ട്രെയിനേഴ്സ് ഉണ്ട്. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ സ്മാർട്ടിങ്ങിൽ നിന്നില്ല, അവർ അവരെ ഇവാലുവേറ്റ് ചെയ്ത് റീഓർഗനൈസ് ചെയ്തു. ഓഫ്ലൈൻ നടത്തുന്ന പ്രോഗ്രാം ഓൺലൈനിലേക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്കും കുറെ സൗണ്ട് പോയല്ലോ സാർ. നോക്കട്ടെ, അതെ, എന്തോ നെറ്റ്വർക്കിന് ഇഷ്യൂ. സ്വല്പനേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ നാളത്തെ ദിവസത്തെ ക്ലാസ് 6 മണിക്ക്. സർ കണ്ടിന്യൂ. സോറി ഒത്തിരി കാര്യം മിസ്സായിപ്പോയോ? ഇല്ല, ഒന്നും മിസ്സായി. വൈഫൈ കഴിഞ്ഞ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ടെക്നിക്കൽ ഇഷ്യൂ. റിയലി സോറി. നോ പ്രോബ്ലം. Is the goal stated in positive? എൻ്റെ goal പോസിറ്റീവ് ആയിട്ടാണ് സ്റ്റേറ്റ്. ഫോർ NLP, I don't want to be poor, അല്ലെ? I don't want to be poor എന്ന് വെച്ചാൽ എന്താ? ഒരു പാവപ്പെട്ടവനാകുന്ന അവസ്ഥ എനിക്ക് വേണ്ട, എനിക്ക് ആഗ്രഹമില്ല. അതൊരു നെഗറ്റീവ്ലി സ്റ്റേറ്റഡ് ആണ്. ഇൻസ്റ്റെഡ് നമുക്ക് എങ്ങനെ അതിനെ പോസിറ്റീവ് ആകാം? I want to be rich, അല്ലെ? അപ്പം യൂണിവേഴ്സിനോട്, ഇല്ലെ ഗോഡിനോട് നമുക്ക് വേണ്ടാത്തത്, അല്ലെ, വേണ്ടാത്തത് എന്താണെന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരും. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രെയർ, നമ്മുടെ ഇന്നർ കമ്മ്യൂണിക്കേഷൻ തന്നെ നമ്മൾ വേണ്ട കാര്യം, അല്ലെ, ദൈവത്തോട്, അല്ലെ, COVID-19 എന്ന അസുഖം എനിക്ക് വരാതെ അല്ലെ, എനിക്ക് വരല്ലേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എന്നെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എന്നെ സംരക്ഷിക്കണമേ. അപ്പം നമുക്ക് ഇല്ലെങ്കിൽ COVID-19 നമുക്ക് പ്രോഗ്രാം ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരും. അപ്പൊ പ്രേയേഴ്സിനെ തന്നെ നമുക്ക് NLP ഒക്കെ പഠിക്കുന്ന വഴി പോസിറ്റീവ് ആക്കാം, അല്ലെ? നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഗോളും ഈസ് ദ ഗോൾ സെൽഫ് ഇനിഷ്യേറ്റഡ് വിത്തിൻ മൈ കൺട്രോൾ. എന്റെ പേരൻസ് പറഞ്ഞിട്ടുള്ള ഒരു ഗോളാണോ എന്റെ വിഷൻ, അല്ലെങ്കിൽ എന്റെ ഡ്രീം? അത് എന്റെ കൺട്രോൾ, എന്റെ ഇനിഷ്യേറ്റഡ് ആണോ? Does the goal describe the evidence procedure? Evidence clear ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഏതൊക്കെ പാർട്സ് പോകണം? Is the context of the goal clearly defined? കോണ്ടെക്സ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇത് ഗോൾ ഐഡന്റിഫൈ നെസസറി റിസോഴ്സസ് ഉണ്ടോ? അതുപോലെ എക്കോളജിക്കലി റൈറ്റ് ആണ്. എക്കോളജിക്കലി എന്ന് വെച്ചാൽ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇനീഷ്യൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എനിക്കും ഉപകരിക്കണം, യൂണിവേഴ്സിന് ഉപകരിക്കണം, അതായത് സൊസൈറ്റിക്ക് ഉപകരിക്കണം. അതാണ് ഇക്കോളജിക്കൽ റൈറ്റ്. ഇനി സൊസൈറ്റിക്ക് എന്തെങ്കിലും ഇനി ഒത്തിരി പോസിറ്റീവായിട്ട് വന്നില്ല പോലും ഒരിക്കലും നെഗറ്റീവായിട്ട് വരാൻ പാടില്ല. എനിക്കും ഉപകരിക്കണം,
സൊസൈറ്റിക്ക് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഇസ് ദ പോസിറ്റീവ്സ്. ചിലപ്പോൾ സെയിം റേഷ്യോ ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പാടില്ല. ദസ് ദി ഗോൾ ഐഡന്റിഫൈ ദ ഫസ്റ്റ് സ്റ്റെപ്പ് that I need to take. ആദ്യത്തെ സ്റ്റെപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഈ ഡ്രീംസിനെ പറ്റി ജസ്റ്റ് വിഷ്വലൈസ്, വെർബലൈസ്, ചാനലൈസ്, മൊബിലൈസ്, മെറ്റീരിയലൈസ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, ഒരു പാത്താ ശരിക്കും ഡ്രീമിന്റെ. ഐ ക്യാൻ അച്ചീവ് മൈ ഗോൾസ്, വിഷ്വലൈസേഷൻ, ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ. വെർബലൈസ്, ഐ വിൽ. ചാനലൈസ്, ഐ മസ്റ്റ്. മൊബിലൈസ്, ഐ ടു. ആൻഡ് മെറ്റീരിയലൈസ്. അപ്പൊ വിഷ്വലൈസേഷൻ നിന്നും മെറ്റീരിയലൈസേഷനിലേക്ക് മെറ്റീരിയലൈസ് ചെയ്യുമ്പോഴത്തേക്കും I did. But I didn't explain just for an empowerment. And arise, awake, and stop not till the goal is reached. Swami Vivekananda. Arise, awake, and stop not till the goal is reached. These are some of the positive linguistics. NLP like vakukal, goal setting, measure, follow up, ambition, schedule, work, action, make a plan. This positive linguistics. The journey matters as much as the goal. Journey is also very important as the goal. The path from dreams to success does exist. Wonderful quote from Kalpana Chawla. The path from dreams to success does exist. May you have the vision to find it, the courage to get on to it, and the perseverance to follow it. And circle of excellence. നമുക്കൊരു ജസ്റ്റ് ഒരു 1 minute ഇല്ല 2 minute നമുക്കൊരു ജസ്റ്റ് ഒരു എക്സസൈസ് ചെയ്യാം. എല്ലാവരും ഒന്ന് കണ്ണുകൾ നടക്കാൻ പറ്റൂ. സർക്കിൾ ഓഫ് എക്സലൻസ്. അതിന് മുമ്പായിട്ട് തന്നെ ഇതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഇല്ല നിങ്ങൾക്ക് കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അറിയാവുന്ന ഒരു കാര്യം. സർക്കിൾ ഓഫ് എക്സലൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു പെർഫോമൻസ് ഉണ്ട്, ഇല്ല ഒരു പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട്, ഒരു ട്രെയിനിങ് ഉണ്ട്, എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. കോൺഫിഡൻസ് എൻഹാൻസ്മെന്റ് ആണ്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോ ബാക്ക് ടു എ മെമ്മറി. ഒരു മെമ്മറിയിലേക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. എക്സ്പീരിയൻസ് എ സെൻസ് ഓഫ് എക്സലൻസ്. ആ എക്സലൻസ് അന്നത്തെ ആ ദിവസം നമ്മളെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യുന്നു. ഈസി ഫ്ലോ അക്കംപ്ലിഷ്മെന്റ്. റിലീവ് ദാറ്റ് എക്സ്പീരിയൻസ് ടു 5 സെൻസസ്. അന്നത്തെ അത് സ്കൂൾ ടൈമിൽ, നമ്മൾ സ്കൂൾ ടൈമിലാകാം, ഇപ്പൊ 60-70 വയസ്സൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പോലും സ്കൂൾ ടൈമിലാകാം, കോളേജ് ടൈമിലാകാം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻഹാൻസ്മെന്റ് അല്ലെങ്കിൽ ഒരു എംപവർമെന്റ് കിട്ടിയ ഒരു മെമ്മറി നമുക്ക് എടുക്കാം. നമ്മൾ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടിയിടാം, ഇപ്പൊ എല്ലാവരും കൈ അടിച്ചത്, അല്ലെങ്കിൽ ഒരു പ്രൈസ് നമ്മൾ സ്റ്റേജിൽ കയറി മേടിക്കുന്നു സ്കൂളിലെ കോളേജ്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എടുക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് പ്രൊഫഷണൽ ലൈഫിലേക്ക് വന്നപ്പോൾ നമുക്കൊരു അവാർഡ് കിട്ടി, ഇല്ല നല്ല സൂപ്പർബായിട്ട് ഓസമായിട്ടൊരു സ്പീച്ച് ഡെലിവറി ചെയ്യാം. അപ്പൊ 5 സെൻസസിലൂടെ 5 സെൻസ് ഓർഗൻസിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് നമ്മൾ റിലീവ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇമാജിൻ എ സർക്കിൾ ഓൺ ദി ഫ്ലോർ. നമ്മുടെ മുമ്പിൽ ഒരു സർക്കിൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു, അതിനെ നമ്മൾ സ്പോട്ട്ലൈറ്റ് ചെയ്യുന്നു. നോട്ടീസ് ഇറ്റ് കളർ, അതിന്റെ കളറും ഒക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. വിഷ്വലൈസേഷൻ ആണ് ഒരു ആർട്ട് സോങ്, മ്യൂസിക്, ക്ലാപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ഇമാജിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫീൽ യുവർ പോസ്റ്റർ ഓഫ് കോൺഫിഡൻസ്, പ്രൈഡ്, അല്ലെ? നമ്മൾ പഴയ എക്സ്പീരിയൻസിലേക്ക് പോകുന്നു. ഫ്രണ്ടിൽ ഒരു സർക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 കാര്യം, ഫ്രണ്ടിൽ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു, നല്ല കളറും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ക്ലാപ്പിംഗ് സൗണ്ട്സും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഗോ ബാക്ക് ടു അവർ പാസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് നല്ല കോൺഫിഡൻസും പ്രൈഡും എല്ലാം കിട്ടി അതിന്റെ ഫുള്ളസ്റ്റ് ആയിരിക്കുന്ന ആ ടൈമിലേക്ക് നമ്മൾ സർക്കിളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നു. ബ്രിങ്ങിങ് എവറിത്തിങ് ടു ദാറ്റ് സർക്കിൾ. ആ സർക്കിളിലേക്ക് നമുക്ക് അന്നത്തെയുള്ള ആ പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം ഇമാജിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആ പവർ ഫുള്ള് നമ്മൾ സർക്കിളിലേക്ക് കൊണ്ടുവന്നു. അത് നമ്മൾ സർക്കിളിലേക്ക് കയറി നിന്നിട്ടാട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഔട്ട്, ലിവിങ് ഓൾ ദോസ് ഫീലിംഗ്സ് ദർ, നോയിങ് യു ക്യാൻ ബാക്ക് വെൻ ഓൾ യു വാണ്ട്. അപ്പൊ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് 1 സെക്കൻഡ്. നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ആ ഫുൾ എക്സ്പീരിയൻസ്, ഹാപ്പിനെസ് എല്ലാ സർക്കിൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങുന്നു. അപ്പൊ തിരിച്ചിറങ്ങുന്നു, എപ്പോൾ വേണമെങ്കിലും തിരിച്ച് നമുക്ക് ആ സർക്കിളിലേക്ക് നമുക്ക് കയറാം എന്ന ആ ഒരു ആറ്റിറ്റ്യൂഡോട്. ഇത് നമ്മൾ ആദ്യം നിന്ന് കഴിഞ്ഞിട്ട് ആ ചെറിയ 2 നമ്മുടെ ആസ് ആൻ ഇൻഡിവിജ്വൽ അല്ലേ, ഒരു ഇൻഡിവിജ്വലിന്റെ ആണെങ്കിൽ 2 ഫ്രെയിം ഉണ്ട്. സ്മോൾ ഫ്രെയിം നമ്മൾ ആദ്യം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു, നമ്മുടെ പാസ്റ്റ് മെമ്മറിയിലേക്ക് പോകുന്നു. അതിനുശേഷം മുമ്പിൽ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു, സർക്കിളിലേക്ക് നമ്മൾ കയറി നിൽക്കുന്നു. ഇത് എപ്പോൾ യൂസ് ചെയ്യുന്നു? വെൻ ടു യൂസ് ഇറ്റ്.
a specific time in the future you want to feel the same feeling of excellence. നമുക്ക് ഫ്യൂച്ചറിൽ നല്ല എക്സലൻസ് ഫീൽ ചെയ്യേണ്ട ഒരു ടൈം വരുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നാളെ ഒരു പബ്ലിക് സ്പീക്കിംഗ് ആസ്പെക്ട്, ട്രെയിനിങ് കോൺടെസ്റ്റ്, ഇങ്ങനെ ഒരു എന്തെങ്കിലും നല്ലൊരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഈ സർക്കിൾ ഓഫ് എക്സലൻസ് വേണം ചെയ്തിട്ട് പോകാം, ഇല്ലെങ്കിൽ നാളെ ചെയ്യാം. ഓരോ പ്രാവശ്യം ഇപ്പം രാവിലെ 10 മണിക്കാണെങ്കിൽ ഈവൻ സ്റ്റേജിൽ കയറിയിട്ട് പോലും നമ്മൾക്ക് ആരും അറിയാതെ നമുക്ക് സർക്കിൾ ഓഫ് എക്സലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാം, എപ്പോൾ വേണേൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ n number of times നമുക്ക് ചെയ്യാം. See, here, feel what might be happening in that upcoming situation. Upcoming situation, എന്ത് ഹാപ്പൻ ചെയ്യുന്നു നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. മേ ബി എ വോയിസ് ഇൻട്രൊഡ്യൂസിങ് യു. എക്സാമ്പിൾ, ഇറ്റ്സ് മൈ ഇമെൻസ് പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് ദി ഗസ്റ്റ് ഓഫ് ഓണർ ആൻഡ് സ്പീക്കർ ഓഫ് ദി ഡേ. ഇങ്ങനെയൊക്കെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ നടത്തി നമുക്ക് ആ സർക്കിളിലേക്ക് പോകാം. സ്റ്റെപ്പ് ബാക്ക് ഇൻ ടു സർക്കിൾ, ഫീൽ ദി ഫ്ലോ ഓഫ് കോൺഫിഡൻസ്. അപ്പൊ നമുക്ക് കോൺഫിഡൻസിലേക്ക്, ഫുൾ കോൺഫിഡൻസിലൂടെ നമുക്ക് ആ സർക്കിളിലേക്ക് നിൽക്കാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. ടൈം ഉണ്ടോ? ഓക്കെ, ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, പെട്ടെന്ന് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. Can you please close your eyes? കണ്ണുകൾ അടയ്ക്കുന്നു. നമ്മളൊരു മെഡിറ്റേഷനിലേക്ക് പോകുന്നു. മെഡിറ്റേഷനിലേക്ക് gently breathe in gently, inhale slowly, exhale slowly. Now go back to your memory. Experience a sense of excellence, easy flow of accomplishment. പാസ്റ്റിലുള്ള നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയ ഒരു ഇൻസിഡന്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. മേ ബി സ്കൂൾ ടൈം, കോളേജ് ടൈം, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ, ഫാമിലി ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ, എന്തുമായിക്കോട്ടെ. Now relieve that experience to 5 senses. പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഗസ്റ്റേറ്ററി, olfactory. നമ്മുടെ 5 സെൻസ് ഓർഗൻസിലൂടെ ആ എക്സ്പീരിയൻസ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. Now imagine a circle on the floor. Imagine a circle on the floor in front of us. Spotlight it. Notice its size, color. നമ്മുടെ ഫ്രണ്ടിലുള്ള സർക്കിളിന്റെ സൈസ്, കളർ നമുക്ക് നോട്ടീസ് ചെയ്യാം. We can add some song, claps. Now go back to your memory. Feel your posture of confidence, pride. നമ്മൾ പാസ്റ്റ് മെമ്മറിയിലേക്ക് പോകുന്നു. അതോടൊപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഒരു സർക്കിൾ ഓഫ് എക്സലൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സർക്കിൾ ഉണ്ട് അവിടെ. പാസ്റ്റ് എക്സ്പീരിയൻസിലേക്ക് പോയി അറ്റ് ഇസ് ഫുള്ളസ്റ്റ് നമുക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്ന ആ ഒരു മൊമെന്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അപ്രിസിയേഷൻ കിട്ടുന്നു. അറ്റ് ഇറ്റ് പീക്കസ്റ്റ് എക്സ്ട്രീം ലെവൽ നമുക്ക് ഹാപ്പിനെസ് 5 സെൻസ് ഓർഗൻസിലൂടെ കിട്ടുന്നു. Now flow at its fullest, step into circle. നമ്മൾ പതുക്കെ സർക്കിളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നു. Bringing everything into that circle. Now step out, leaving from all those feelings there. എല്ലാ ഫീലിങ്സും നമ്മൾ ലീവ് ചെയ്യുന്നു, knowing that we can come back whenever you want. Now you can slowly open your eyes, rub your palms together, and feel the warmth on your eyes, on your face. How was the experience? Can you share your experience? Positive ആയിട്ടുള്ള പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. റിയലി. പേരെന്ന് പറയാമോ? ഞാനാ പറഞ്ഞു സാറേ. സാബ് സാറാണോ? അതെ. ഓക്കെ താങ്ക് യു. അപ്പം നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഈ എക്സസൈസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. So leave nothing for tomorrow, which can be done today. Some quotes, and here is a quote which inspired me a lot from the book Think and Grow Rich.
Whatever the mind of a man can conceive and believe, it can be achieved. And education is the manifestation of perfection already in man. By Swami Vivekananda. Education is the manifestation of perfection already in man. Society may predict, but I only can determine my destiny. And this is all about law of attraction. You will manifest exactly what you think, right or wrong, good or bad, happy or sad. Thoughts become things. When subconscious mind നമുക്ക് പോസിറ്റീവ് കൊടുത്താൽ പോസിറ്റീവ് റിസൾട്ട്, നെഗറ്റീവ് കൊടുത്താൽ നെഗറ്റീവ് റിസൾട്ട്സ്. And thought becomes things. If you see it in your mind, you will be going to hold it in your hand. The only way to do great work is love what you do. And here's a success quote: take up one idea, make that idea your life, always dream of it, live on that. Let the brain, muscles, nerves, every part of your body be the full of that idea, and just leave the other ideas. This is the way to success by Swami Vivekananda. And here is once again, I am sharing my poster, a power communicator. Thank you very much. Thank you very much, sir. ഓക്കെ, താങ്ക് യു സാർ. വളരെ നല്ലൊരു ഷെയറിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മളിന്ന് കമ്മ്യൂണിക്കേഷന്റെ പല ആസ്പെക്റ്റുകളിലൂടെ കണ്ടു. എവരിഡേ കമ്മ്യൂണിക്കേഷൻ, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, അതിൽ തന്നെ ഇന്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ കണ്ടു. വെർബൽ ആൻഡ് നോൺ വെർബൽ, അതുപോലെ പാരാ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ച് നമ്മൾ പിക്ചറിലൂടെ കണ്ടു. അതുപോലെ ആൽബർട്ട് മർഹാബിയന്റെ റൂളിനെ കുറിച്ചും നമ്മളിവിടെ സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മൾ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പഞ്ചിങ്, അതുപോലെ തന്നെ ടോണാലിറ്റിയുടെ പ്രത്യേകതകൾ പ്രത്യേകിച്ച് എക്സാമ്പിളിലൂടെ വളരെ കൃത്യമായിട്ട് സാർ അത് കാണിച്ചു തന്നു. അതുപോലെ സ്പേസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചും ഒരു ടോപ്പിക് പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. മലയാളം നമ്മൾ കേൾക്കുന്നതുകൊണ്ട് അതിന് ടെൻസുകളോ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. പക്ഷെ ഇംഗ്ലീഷ് പലപ്പോഴും നമ്മൾക്ക് കേൾക്കുന്നില്ല. എന്നാൽ NLP പോലുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് ലിസൺ ചെയ്യുകയും അതുപോലെ തന്നെ ലേൺ ചെയ്യുകയും ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നു. ഇംഗ്ലീഷിന്റെ ഫ്ലുവൻസിയെ കുറിച്ച് 17 ടിപ്സുകളാണ് സാർ ഈ കുറച്ച് സമയം കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിച്ചത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ചും പറഞ്ഞു. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച്, പ്രത്യേകിച്ച് സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ പവർഫുൾ ആണെന്നും പോസിറ്റീവ് നെഗറ്റീവ് എന്താണെന്ന് തിരിച്ചറിയാതെ അത് കൃത്യമായി കാര്യങ്ങൾ അബ്സോർവ് ചെയ്യുന്നു എന്നും പറഞ്ഞു. അതുകൊണ്ട് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത് സബ് കോൺഷ്യസ് മൈൻഡ് ആണെന്നും അതിൽ സ്വല്പം ഒന്ന് സൂക്ഷിക്കേണ്ടതാണെന്ന് സാർ ഓർമ്മിപ്പിച്ചു. വീണ്ടും NLPയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പ്രോഗ്രാമിംഗ്, റീപ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ പ്രീ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചും വളരെ കൃത്യമായി പഠിപ്പിച്ചു. കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏതൊരു ടെക്നിക്കിലും ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ: കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ്, അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ്, കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ്, കോൺഷ്യസ് കോമ്പിറ്റൻസ് ആൻഡ് അൺകോൺഷ്യസ് കോമ്പിറ്റൻസ്. നമ്മൾ വളരെ ഈസി ആയിട്ട് അനായാസമായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യണമെങ്കിൽ അൺകോൺഷ്യസ് കോമ്പിറ്റൻസിൽ നമ്മളായിരിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു. തുടർന്ന് NLPയുടെ ചില ടെക്നിക്കുകളായ മോഡലിംഗ്, ഫ്രെയിം ഓഫ് റെഫറൻസ്, അതുപോലെ തന്നെ സ്മാർട്ടിൽ നിന്ന് എങ്ങനെ സ്മാർട്ടർ ആകാം, അതുപോലെ തന്നെ ഡ്രീംസിനെ കുറിച്ചും അവസാനം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സർക്കിൾ ഓഫ് എക്സലൻസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വളരെ ക്രിയേറ്റീവായ ഒരു ക്ലാസ്സിലൂടെ, ഒരു മെഡിറ്റേഷൻ ക്ലാസ്സിലൂടെ നമുക്കത് ഓർമ്മിപ്പിച്ചു തന്നു. വളരെ സന്തോഷം. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രമാത്രം ടെക്നിക്സ് ഒക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ അവസരത്തെ വളരെ സന്തോഷമായി ഞങ്ങൾ സ്വീകരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ജോർജ് സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ സാറ് പറഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ ചെറിയ ഒരു ഫീസിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നോക്കണ്ട. സാറിനോട് ബാർഗെയിൻ ചെയ്താൽ ഒരുപക്ഷെ അത് വീണ്ടും കുറച്ച് തരും. അതൊരു ഇഷ്യൂ ആക്കണ്ട. പക്ഷേ തീർച്ചയായും അങ്ങനെയുള്ള താല്പര്യങ്ങളുണ്ടെങ്കിൽ സാറുമായിട്ട് ബന്ധപ്പെടുക, ഇല്ലെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി. സാറിന്റെ ക്ലാസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ഇതൊരു സെൽഫ് അവയർനെസ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ആവശ്യങ്ങൾ, ഇതിനു മുമ്പ് നമ്മളോട് സംസാരിച്ച സക്കീർ ഹുസൈൻ സാർ ഇതുപോലെ ഫ്ലുവൻസി ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സാറിനെയും സമീപിക്കാം, നോ പ്രോബ്ലം. NLPയുടെ ക്ലാസ്സുകൾ എടുക്കുന്നു. അപ്പോൾ എല്ലാ ടൂളുകളും ഇവിടെ അവൈലബിൾ ആക്കുക എന്നുള്ള ഒരു പ്രത്യേക ഉദ്ദേശമാണ് നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്നത്. സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള പല ടൂളുകളെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ആ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സെൽഫ് അവെയർനെസ് ലഭിക്കുക, അതനുസരിച്ച് മുന്നേറുക. നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റും കൂടെ
ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു നല്ല വേദിയായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. അതുപോലെ നാളത്തെ ദിവസം പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിങ്ങിനെ ബേസ് ചെയ്ത് സഞ്ജു കുര്യനാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം അധികവും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആപ്ലിക്കേഷൻസ് എല്ലാം പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം എന്നുള്ളത് കൊണ്ട് നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുക. നാളെയും നാളെ കഴിഞ്ഞും അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസവും പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ സൈക്കോ സൊല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, സാറ് ആൻസർ പറയുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. പ്രത്യേകിച്ച് ജോർജ് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയാം. സാറിന്റെ സ്ക്രീൻ. താങ്ക് യു വെരി മച്ച് സർ. സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും കൂടുതൽ അറിയാനെങ്കിൽ ചോദിക്കാം. 2 ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അതിന്റെ ആപ്ലിക്കേഷൻ സൈഡിലാണ് നമ്മൾ സംസാരിച്ചത്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അത് എങ്ങനെ NLP എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ കൂടുതൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാമെന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. ജ്യോതിലാൽ സാർ ചോദിച്ചോളൂ. സാർ എൻ്റെ പേര് ജ്യോതിലാൽ. നമ്മുടെ ഈ ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹൗ ക്യാൻ വി യൂസ് NLP? ഐ എം നോട്ട് കൺവിൻസ്ഡ് ആക്ച്വലി. പ്ലീസ് മേക്ക് മീ കൺവിൻസ്ഡ്. ഓക്കെ സാർ, NLPയുടെ അതായത് ഫ്ലുവൻസി എൻഹാൻസ് ചെയ്യാൻ മെയിൻലി നമ്മൾ മൈൻഡ് പവർ, കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡ്, ഞാൻ എന്ന് പറഞ്ഞില്ല, സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന നമ്മുടെ സിസ്റ്റത്തിൽ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ ഉണ്ട്, സൗണ്ട്സ് ഉണ്ട്, വേർഡ്സ് ഉണ്ട്. ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ആസ്പെക്ട്സ് ഇവിടെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് PDF നോട്ട്സ് ഉണ്ട്. അപ്പൊ ആ നോട്ട്സിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യം റെപ്പറ്റേഷനിലൂടെ, റെപ്പറ്റേഷൻ ഇസ് ദ മദർ ഓഫ് ലേണിംഗ്. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ റെപ്പറ്റേഷനിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഇത് എടുക്കുന്നു. NLP എങ്ങനെ കണക്റ്റഡ് ആണെന്ന് വെച്ചാൽ NLPയിലൂടെ നമുക്ക് കുറെ അവയർനെസ് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, കോൺഷ്യസ് കോമ്പറ്റൻസ് മോഡൽ, ഞാൻ പറഞ്ഞു അൺകോൺഷ്യസ് കോമ്പറ്റൻസിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഫ്ലുവൻസി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു അവയർനെസ് ആണ്. മോഡലിംഗ്, എക്സലന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫ്ലുവന്റ് ആയിട്ടുള്ളവരെ നമുക്ക് മോഡൽ ചെയ്തെടുക്കാം, അതും ഒരു അവയർനെസ് ആണ്. ഇങ്ങനെ കുറെ അവയർനെസ് നമ്മുടെ മൈൻഡ് സെറ്റിനെ ട്രാൻസ്ഫർമേഷൻ നടത്താൻ NLPയിലൂടെ പറ്റുന്നു. അപ്പം അതിനുശേഷം വൺസ് വി അച്ചീവ് ഫ്ലുവൻസി വന്ന ശേഷം നമ്മൾ ഈ ഫ്ലുവൻസിയുടെ ആസ്പെക്ട് പബ്ലിക് സ്പീക്കിംഗിലേക്ക്, ഇന്റർവ്യൂ ട്രെയിനിങ്ങിലേക്ക്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ സർക്കിൾ ഓഫ് എക്സലൻസ് പോലൊരു ടൂളിനെ വെച്ചിട്ടോ 4 ഇന്റർവ്യൂ ഉണ്ട്, 4 പെർഫോമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പം NLP പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ നമ്മുടെ മൈൻഡ് ട്രാൻസ്ഫർമേഷൻ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നമ്മുടെ സിസ്റ്റത്തിൽ സ്മോൾ സ്പീച്ചസ് ഉണ്ട്, അതോടെ പാറ്റേൺസ് ഉണ്ട്, കോൺവെർസേഷൻസ് ഉണ്ട്, അതോടൊപ്പം ബേസിക് ഗ്രാമർ ഉണ്ട്, സൗണ്ട്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് റെപ്പറ്റേഷനിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒത്തിരി പഠിക്കേണ്ട പ്രാക്ടീസിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പ്രോഗ്രാം ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം സാറേ. താങ്ക് യു വെരി മച്ച്. ഐ ഹോപ്പ് കുറച്ചൊക്കെ ക്ലാരിറ്റി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. സാർ ക്ലിയർ ആയോ? വേണമെങ്കിൽ ഞാനതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സാർ എന്റെ ബാക്കിലുള്ള സ്ക്രീൻ കാണാമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഇൻപുട്ടുകൾ എടുക്കുന്ന 5 സെൻസ് ഓർഗൻസിന്റെ ബേസിസിലാണ്. അതിൽ 3 സെൻസ് ഓർഗൻ എന്ന് വെച്ചാൽ വിഷ്വൽ, ഓഡിറ്ററി, കെനസ്തെറ്റിക്. ഈ 5 സെൻസ് ഓർഗനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഏരിയയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതിൽ ഈ കിട്ടുന്ന ഇൻഫർമേഷൻസിനെ സാധാരണ നമ്മൾ ഷോർട്ട് ടൈം മെമ്മറിയിലാണ് കീപ്പ് ചെയ്യുന്നത്. ഷോർട്ട് ടൈം മെമ്മറി എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങളെല്ലാം അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പല പ്രാവശ്യം ഇമോഷണലായിട്ട് ലിങ്ക് ചെയ്യുകയോ ചെയ്യപ്പെട്ടാൽ നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് ഇന്ന് നമ്മുടെ ഉറക്കത്തിൽ മാറും. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഈ ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറണമെങ്കിൽ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെടണം, പല പ്രാവശ്യം ഇമോഷൻ കണ്ടുമായിട്ട് കണക്ട് ചെയ്യണം. ഇപ്പൊ സാറ് സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ അത് കണക്ട് ചെയ്യുന്നത് പണ്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മെമ്മറീസിനോട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെയുള്ള മെമ്മറീസ് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത്? സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അപ്പൊ നമ്മളുടെ ഡേറ്റാസ്, ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിലും സാറ് അവസാനം പറഞ്ഞ കാര്യമാണ്, അൺകോൺഷ്യസ് കോമ്പിറ്റൻസിയിലേക്ക് നമ്മൾ കടന്നു വരണം. എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഈ ഇംഗ്ലീഷിനെ ബന്ധിക്കുന്ന, അതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകണം. മലയാളം പറയുന്നത് പോലെ പറയണമെങ്കിൽ, അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരണമെങ്കിൽ ലോങ് ടൈം മെമ്മറിയിൽ കീപ്പ് ചെയ്യണം. അതിനുള്ള വളരെ ഈസി ആയിട്ടുള്ള ചില ടെക്നിക്സ്, അതാണ് NLPയിലൂടെ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നത്. ആ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ
ഇതുപോലെ സർക്കിൾ ഓഫ് എക്സലൻസ് അല്ലെങ്കിൽ മോഡലിംഗ് എന്ന കൺസെപ്റ്റിലൂടെ നമ്മളെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്ത് മൈൻഡ് റീട്യൂൺ ചെയ്ത് നമ്മളെ ഈ പറഞ്ഞ അച്ചീവ്മെന്റിലേക്ക് എത്തിക്കുക. അതിന് എക്സാമ്പിൾ പറയുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ച പാട്ടുകളൊന്നും മറന്നു പോകുന്നില്ല. കാക്കേ കാക്കേ കൂടെ ഒരിക്കലും നമ്മൾ മറന്നു പോകുന്നില്ല. കാരണം അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്, പോസിറ്റീവായിട്ട് തന്നെ. ഇങ്ങനെ പോസിറ്റീവായിട്ട് എങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൂട്ടാം. അതിനൊരു NLP ടൂൾ പറയുമ്പോൾ ലേണിംഗിൽ NLP ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 90% കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ ഒരു കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് അവർ അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചാൽ ജീവിതകാലത്ത് മറന്നു പോകത്തില്ല. സോ ദാറ്റ് ടെക്നിക്, അതിന് നമ്മൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം അത് കടമെടുത്ത് അവർ കൊണ്ടുപോയി. നമ്മളതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ആ മെത്തേഡാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ ഓക്കെ, അല്ല മനസ്സിലായി എനിക്കത്. പിന്നെ നേരത്തെ നമ്മൾ യൂസ് റെപ്പറ്റീഷനിൽ കൂടെ പറഞ്ഞ് പഠിക്കുമ്പോൾ, നേരത്തെ സാർ പാട്ട് പഠിക്കുന്നു അല്ലെങ്കിൽ പദ്യം പഠിക്കുന്നു, പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതിലൂടെ നമ്മൾ അതിൽ അത് തന്നെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് വേറൊരു രീതിയിൽ പറയുന്നു എന്നല്ലേ ഉള്ളൂ. നമ്മളിപ്പോ ബാക്കിയുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ, നമ്മൾ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു. അപ്പൊ അത് പഠിച്ചത് ഇതുപോലെ പല ഘട്ടങ്ങൾ, ഇപ്പൊ പോസിറ്റീവ് വിഷ്വലൈസേഷൻ ബിലീഫ് ഒക്കെ ശരിയാണ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ബാക്കി എല്ലാവരും പഠിച്ചത് ഇത് അറിഞ്ഞുകൂടാതെയാണ് നമ്മളിത് പഠിച്ചത് അല്ലേ? ഇങ്ങനെയാണ് വിഷ്വലൈസേഷൻ. നാളെ ഞാൻ നല്ലൊരു സ്പീക്കർ ആണെന്ന് എന്നെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഞാൻ അതിന്റെ പല മേഖലകളിൽ കൂടെ കടന്നു പോവുകയും ഞാൻ അതിൽ അത്യാവശ്യം സംസാരിക്കാനുള്ള സ്കില്ല് നേടുകയും ചെയ്തു എന്നുള്ളതാണ്. സാറിന് കറക്റ്റ് ചെയ്യാം എവിടെയെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ. കുട്ടിക്കാലത്ത് നമ്മൾ അറിയാതെ പഠിച്ചു, ഇപ്പൊ നമുക്ക് പഠിക്കേണ്ട അത്യാവശ്യമാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു റിഫ്രഷ്ഡ് ആയിട്ട് ടെക്നിക്ക് ഉപയോഗിച്ച് അതിനെ അവയർനെസ്സിലൂടെ മനസ്സിലാക്കിയിട്ട് സ്റ്റഡി ചെയ്യും. എന്നാലേ നമുക്ക് ആ ബോർഡും മാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇനിയും പഠിക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കും. സാർ, ജോർജ് സാർ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഡോക്ടർ സാബു സാർ പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മളെ റെപ്പിറ്റേഷൻ പ്രോസസ്സ്, ഇംഗ്ലീഷ് അതിന്റെ ഗ്രാമർ, അതിന്റെ വേർഡ്സ് അതൊക്കെ പഠിക്കാൻ അതിൻ്റെതായ ആ ലാംഗ്വേജിന്റെ സിസ്റ്റം ഉണ്ട്, തീർച്ചയായിട്ടും സിസ്റ്റം ഉണ്ട്. NLP നമ്മുടെ മൈൻഡിനെ ഒന്ന് പോസിറ്റീവ് ആക്കി എൻഹാൻസ് ചെയ്ത് എംപവർ ചെയ്യിക്കുന്നു ആക്ച്വലി. അതാണ് മെയിൻ ആയിട്ട്. പിന്നെ റെപ്പിറ്റേഷനിലൂടെ ഇപ്പം പണ്ട് ജ്യോതിലാൽ സാറ് പറഞ്ഞ പോലെ പലപ്പോഴും സാധാരണ രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും നമ്മൾ അറിയാതെ NLPയുടെ ആപ്ലിക്കേഷൻസ് നമ്മൾ അവിടെ വരുന്നുണ്ട്. ഇവിടെ NLPയിലൂടെ കൂടുതൽ അവയർനെസ് കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. മൈൻഡ് പവർ ഇവിടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ സംശയം ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. എനിവേ ഇറ്റ് ഈസ് വെൽ എക്സ്പ്ലെയിൻഡ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു വെരി മച്ച്. വേറെ ആർക്കെങ്കിലും ഡൗട്ടുകളുണ്ടോ, സംശയങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയറിംഗ്, സംശയങ്ങൾ തീർക്കുക എന്നുള്ളതല്ല, ഇതൊരു സോഷ്യൽ ഫോറം ആണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, റോയിയാണ് ഞാൻ. ഈ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില് റോങ് ആയിട്ടുള്ള കുറെ പ്രൊനൗൺസിയേഷനും കുറെ കാര്യങ്ങൾ അങ്ങ് കയറിപ്പോയി നേരത്തെ. പക്ഷെ അത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അത് അങ്ങനെ വരുന്നത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? ഓക്കെ സാർ, വളരെ റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ കണ്ടന്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് തന്നെ, ആദ്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിന്റെ സൗണ്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പൊ ഇതിന്റെ സെക്കൻഡ് ലെവലിലെ തേർഡ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇംഗ്ലീഷിലെ സൗണ്ട്സ് ഉണ്ട്. ആ സൗണ്ട്സ് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക്, സൗണ്ട്സിൽ ഇപ്പൊ നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ബേസിക് സൗണ്ട്സ് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു അവയർനെസ് കിട്ടും. അപ്പൊ ചില വാക്കുകൾ ഇപ്പൊ കണ്ടന്റ്, നമ്മൾ കണ്ടന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷം പിന്നീട് സിമിലർ ഒക്കേഷൻ, പിന്നീട് ആ ഒരു സിമിലർ സിറ്റുവേഷൻ വരുന്നു ഒരു ബുക്കിന്റെ, നമ്മൾ പണ്ട് കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് റെപ്പിറ്റേഷനിലൂടെ നമ്മൾ പല തവണ അത് ആവർത്തിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ പിന്നെ നമ്മൾ കണ്ടന്റ് നമ്മൾ പറയുള്ളൂ. അതുപോലെ പ്ലീസ് കോൺടാക്ട് ദി കൺസേൺ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സിമിലർ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കും. ഇവിടെ അങ്ങനെയല്ലോ ടൈപ്പ് ചെയ്യണ്ടേ, ഈ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പ്ലീസ് കോൺടാക്ട് ദി ഡിപ്പാർട്ട്മെന്റ് കൺസേൺഡ് ആണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്ത് പലതവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് വന്നോളൂ സാർ. താങ്ക് യു. ഹലോ, ഞാൻ
സബ് സാറിനോട് ഞാൻ ചോദിക്കാനുള്ളത് സാർ, ഈ സബ് കോൺഷ്യസ് സാർ ഇപ്പോൾ പറഞ്ഞ റെപ്പിറ്റേഷൻ ഒരു മെത്തേഡാണ്. പിന്നെ ഈ വിഷ്വലൈസ് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു ഇമേജ് സബ് കോൺഷ്യസ് ഇമേജസും ഇമോഷൻസും റെപ്പിറ്റേഷനും കൊണ്ടാണ് ഈ സബ് കോൺഷ്യസിൽ കയറുമെന്ന് പറഞ്ഞു. ഈ 3 മെത്തേഡ് കൂടിയാണോ ഈ സബ് കോൺഷ്യസിൽ നമുക്ക് എന്തെങ്കിലും ഒരു കൂടുതൽ പവർഫുൾ ആക്കാൻ പറ്റുന്നത്? ഇമോഷൻസ്, വിഷ്വൽ ആയിട്ടുള്ള പിക്ചേഴ്സ് കാണുക, നമ്മളെല്ലാം വിഷ്വൽ ഇമേജസ് കാണുക, പിന്നെ റെപ്പിറ്റേഷൻ നമ്മൾ ഒരു ശീലമാക്കുക. ഇതല്ലാതെ ഒരു ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ഫീലിങ്സ് നമ്മൾ എത്തുന്ന രീതിയിലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക. ഈ 3 കാര്യങ്ങളിലൂടെയാണോ സബ് കോൺഷ്യസ് നമുക്ക് പവർഫുൾ ആക്കാൻ പറ്റുന്നത്? നോർമലി പ്രോബ്ലം എന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ പൊതുവെ നിർഭാഗ്യവശാൽ നമ്മൾ നെഗറ്റീവ്, അതൊരു പോസിറ്റീവ് ആസ്പെക്ട് ഇല്ല. നമ്മൾ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിന്റെ ഒരു കോമ്പിനേഷൻ, ഇമോഷൻസിന്റെയും തോട്ട്സിന്റെയും കോമ്പിനേഷൻ ആണ് എപ്പോഴും സബ്. അത് നമ്മൾ പറയുന്നത് 6 വയസ്സിന് താഴെയുള്ള ഇമോഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത്. അത് റീറൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, സിമ്പിളായിട്ട് എക്സാമ്പിൾ നോക്കിയാൽ നമ്മുടെ കുട്ടിക്കാലത്ത് പട്ടിയെ കാണുമ്പോൾ പേടിച്ച് അതേ രീതി തന്നെയായിരിക്കും ഇപ്പോഴും പേടിക്കുന്നത്. കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ നല്ല കാര്യങ്ങൾ കേട്ടിട്ടാണെങ്കിൽ അതും നല്ല പോസിറ്റീവ് വരും, തീർച്ചയായിട്ടും വരും. നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ. പക്ഷെ പൊതുവെ നല്ല കാര്യങ്ങളല്ല. ഇമോഷൻ എന്ന് പറയുമ്പോൾ ഹാപ്പിനെസിനേക്കാളും കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ നെഗറ്റീവ് സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ പലപ്പോഴും കോൺഷ്യസ് മൈൻഡ് ഡൗൺ ആയാൽ നമ്മൾ അറിയാതെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ആ നെഗറ്റീവ് തന്നെയാണ്. അത് ബോഡിയുടെ സിസ്റ്റം, ബ്രെയിനിന്റെ ഒരു സിസ്റ്റം. അതിൽ നിന്ന് പോസിറ്റീവ് ആക്കി മാറ്റാൻ വേണ്ടി ഇപ്പൊ മോഡലിംഗ് എന്ന് പറയുന്നത്, നല്ല മോഡലുള്ള ഒരു വ്യക്തിയെ നമ്മൾ അയാളെ മെന്ററായിട്ട് കണ്ടിട്ട് അയാൾ ചെയ്യുന്ന രീതിയിലേക്ക് അയാളെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മൈൻഡ് മുഴുവൻ അയാളിലേക്ക് പോസിറ്റീവ് ആക്കിയിട്ട് നമ്മൾ മനസ്സിൽ രാത്രിയിൽ നമ്മൾ പറയാം ട്രാൻസ് സ്റ്റേറ്റിലോ പ്രീ ഹിപ്നോസിസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഹിപ്നോസിസിലേക്ക് പോകുമ്പോൾ നമ്മൾ അയാളെ കുറിച്ചുള്ള പോസിറ്റീവ് തിങ്കിങ് വെച്ചിട്ട് ഇയാളെ പോലെ ഞാൻ സംസാരിക്കുമെന്നും ഇയാളെ പോലെ ഞാൻ ആകുമെന്നും ഇത്ര മാസത്തിനുള്ളിൽ ആകും എന്നൊക്കെ പറഞ്ഞ് കോൺഷ്യസ് മൈൻഡ് കൊടുത്ത് സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നെഗറ്റീവിനെ മുഴുവൻ പോസിറ്റീവ് ആക്കുക. സെന്റർ ഓഫ് എക്സലൻസ് ചെയ്യുന്നത് തന്നെയാണ്. പോസിറ്റീവ് തോട്ട്സിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസും കൊടുക്കുക. ഐ ആം എ വിന്നർ, ഐ ആം ടോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പോസിറ്റീവായിട്ട് അഫേം ചെയ്യുന്ന ആ പ്രോസസ് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ്. നമ്മളവിടെ ഡിഗ് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലുമ്പോൾ മിക്കവാറും നെഗറ്റീവ് ആയിരിക്കും. മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, ഈ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, ജോലിക്ക് ട്രാൻസ്ഫർ കിട്ടുമ്പോൾ ഈ ജോലി അവിടെ പോയി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ തോന്നുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രോബ്ലമാണ്. കോൺഷ്യസ് മൈൻഡിൽ ഉള്ളവരുണ്ട്, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു നെഗറ്റീവ് തലം ഉള്ളവർക്ക് ഇങ്ങനൊരു പ്രശ്നമില്ല. അപ്പൊ അവിടെ സബ് കോൺഷ്യസിനെ നമ്മൾ മാക്സിമം പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൂത്രങ്ങളാണ് ഇതെല്ലാം. അപ്പൊ മാക്സിമം അത് അങ്ങനെ ആക്കുക. എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ട് എന്ന് നമ്മൾ അങ്ങനെ പറയുന്നില്ല, ചിലവർക്കേ ഉള്ളൂ. ചിലവർക്ക് എപ്പോഴും അതൊരു നെഗറ്റീവായിട്ട് തന്നെ ഫീൽ ചെയ്യും. മുന്നോട്ട് പോകാനൊരു കോൺഫിഡൻസ് ഇല്ല, മുന്നോട്ട് പോകാനൊരു ശക്തിയില്ല, ഞാൻ തളർന്നു എന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയിൽ അവരെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളാണിത്. നമ്മൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നെഗറ്റീവുകാർക്ക് ആവശ്യമുള്ളൂ, എല്ലാവർക്കും ആവശ്യമില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. സാറ് ഞാൻ പറഞ്ഞതാണോ സാർ ഉദ്ദേശിച്ചത്? മനസ്സിലായി അത് തന്നെ. പിന്നെ നമ്മുടെ എല്ലാവരുടെയും തിയറി പാർട്ടിൽ വരുമ്പോഴത്തേക്കിനും ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് റെപ്പിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ ഒരു തിയറി ആയിട്ട് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് ഓരോ രീതിയിലൂടെ നമ്മൾ ടെക്നിക്ക് പഠിക്കണം. ടെക്നിക്ക് പഠിക്കും. അത് ശരിക്കും ഇവർ ചെയ്യുമ്പോൾ NLP ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ അതിന് ഒരു പ്രാക്ടീഷണറുടെ ആവശ്യമുണ്ട്. നമുക്ക് തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പറ്റത്തില്ല. ഒരേ രീതിയിൽ തന്നെ പറയണം, നമ്മുടെ വേർഡ് തന്നെ ഉപയോഗിക്കണം. പാറ്റേൺ ഒരിക്കലും നെഗറ്റീവ്. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു പട്ടിണിക്കാരനായി മാറരുതെന്ന് ഒരിക്കലും മനസ്സിലാകത്തില്ല. വേറൊരു രീതി പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാനൊരു കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് നാളെ ഇതിനേക്കാളും ആളുകൾ വരണം എന്ന് വിചാരിച്ചാലൊന്നും മൈൻഡിന് മനസ്സിലാകത്തില്ല. മൈൻഡിന് മനസ്സിലാകുന്ന ഭാഷ എന്നാ പറയുക, ഇന്ന് 10 കസ്റ്റമർ, നാളെ 20 കസ്റ്റമർ ഇവിടെ വരണം എന്ന് പറഞ്ഞാൽ മാത്രമേ മൈൻഡിന് മനസ്സിലാവുള്ളൂ. ക്വാണ്ടിറ്റി വേണം, ക്വാണ്ടിഫൈഡ് ആയിട്ട് മാത്രമേ മൈൻഡിന് മനസ്സിലാവൂ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല പറയുന്നത്, എനിക്ക് ഇതിനേക്കാളും നല്ലോണം പഠിക്കണം എന്നൊക്കെ കുട്ടികൾ മൈൻഡിനോട് പറയാൻ പറഞ്ഞാൽ മൈൻഡിന് ഒന്നും മനസ്സിലാകും. മൈൻഡിന് ക്വാണ്ടിറ്റി വേണം. ഇന്ന് 10 ആണെങ്കിൽ നാളെ 15 പേജ് ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞാൽ മൈൻഡ് അത് മനസ്സിലാവും. അത് പോസിറ്റീവ് അഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആവും. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ആക്കിയെടുക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. നമ്മൾ ഡ്രീം ചെയ്യുക, ഡ്രീം ചെയ്തിട്ട് അത് അറ്റൈൻ ചെയ്യുക. ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ ഡ്രീം ചെയ്തുകൊണ്ട് മാത്രം അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല, അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യണം. അത് പലപ്പോഴും പറയാൻ എല്ലാവരും മറന്നു പോകുന്നുണ്ട്. എളുപ്പവഴിയിൽ കുറുക്ക് വഴിയിൽ കൂടെ യാത്ര ചെയ്യല്ല, അതിനുവേണ്ടി ഒരു എക്സ്ട്രാ എഫേർട്ടും കൂടെ വേണം. ജോർജ് സാർ കേൾക്കാമോ? ഓക്കെ
സാറേ സാറിന്റെ ക്ലാസിന്റെ കാര്യം പറയുമ്പോൾ സാർ എങ്ങനെ ഈ NLP എന്ന് പറയുന്ന ഈ ടൂള് ബേസിക് ക്ലാസ്സിൽ അതിന്റെ ആപ്ലിക്കേഷൻ വരത്തില്ല അല്ലേ? ബേസിക് ക്ലാസ്സിൽ അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നില്ല സാറേ, കാരണം അതിനുള്ള ടൈം നമുക്ക് കിട്ടുന്നില്ല. NLP ഒരുപാട് നമ്മളിങ്ങനെ കോണ്ടന്റ് ബേസ് എടുത്ത് പോകുന്നില്ല, നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി തന്നെയാണ് ഫോക്കസ്ഡ്. ഇങ്ങനെ സർക്കിൾ ഓഫ് എക്സലൻസ് മോഡലിംഗ് ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലൂടെ നമ്മൾ പോകുന്നു. ഓരോന്നും നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇത് NLP കണക്റ്റഡ് ആണെന്നുള്ള രീതിയിലല്ല പോകുന്നത്. നമ്മുടെ മൈൻഡ് നമ്മൾ അറിയാതെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ വരും. ഓരോന്ന് ചെയ്യുമ്പോൾ ഇത് NLP ടൂൾ എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ ടെക്നിക്കാണ് നമ്മൾ ജനറലി അപ്ലൈ ചെയ്യുന്നത്. കാരണം ഇതൊരു സാധാരണ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു കൺഫ്യൂഷൻ, ഇത് എന്നാ സാധനമാണ്. അപ്പം സത്യത്തിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്, എങ്കിലും അതിനെ നമ്മൾ മനസ്സിലാക്കി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ലാംഗ്വേജ് പഠിക്കാൻ നമുക്ക് അതിൻ്റെതായ ഒരു സിസ്റ്റം ഉണ്ട്. ടെൻസസ്, ബേസിക് ഗ്രാമർ, അത് നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ ഗ്രാമറിനെ ഇങ്ങനെ കോംപ്ലക്സ് ആക്കി പഠിക്കുന്ന സിസ്റ്റം അല്ല. ബേസിക് ആയിട്ട് 12 ഗോൾഡൻ റൂൾസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട്. ബേസിക് ആയിട്ട് തുടങ്ങുന്നത് ടെൻസസ് ആർ 3, ഫോംസ് ആർ 4 എന്ന് പറഞ്ഞു, ഫസ്റ്റ് ഫോം, സെക്കൻഡ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ടെൻസസിന് നമ്മൾ പ്രസന്റ് ടെൻസ്, അതായത് ഇപ്പൊ ഇംഗ്ലീഷ് തന്നെ നമ്മൾ ഹി റൈറ്റ്സ് എ ലെറ്റർ, ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ, ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ, ഹി റോട്ട് എ ലെറ്റർ, ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ, ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ, ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ, ഹി വിൽ റൈറ്റ് എ ലെറ്റർ, ഹി വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ, ഹി വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ, ഹി വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഒരു കാര്യം തന്നെ 12 രീതിയിൽ പറഞ്ഞു. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മളെ മൈൻഡ് പ്രോഗ്രാം, അതൊക്കെ ഒരു മൈൻഡ് പവർ നമുക്ക് വേണം, വിഷ്വലൈസേഷൻ ഒക്കെ നമുക്ക് അതിനകത്ത് വരും. അപ്പം നമ്മൾ ടെൻസസിൽ 12 രീതിയിൽ പറഞ്ഞു. ആ രീതിയിലുള്ള ടെക്നിക്സ് ഒക്കെ വെച്ചിട്ടാണ് സാർ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? പറയും സാർ, ഈ ബേസിക് ക്ലാസ് എത്ര നാളാണ് പറഞ്ഞത്? എത്ര ഡ്യൂറേഷൻ? ഡ്യൂറേഷൻ നമുക്ക് 6 days ആണ്. ഫസ്റ്റ് ലെവല് 6 days ആണ്. 6 days, ഒരു 9 hours, 10 മണിക്കൂർ താഴെ നിൽക്കുന്ന രീതിയിലാണ് സാറേ കേട്ടോ. നമ്മൾ ശരി ഫ്ലുവൻസിലേക്ക് വരണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ലെവൽ, ഫസ്റ്റ് ലെവലിൽ നമുക്ക് സിസ്റ്റം എല്ലാം മനസ്സിലാക്കി, നമുക്ക് എല്ലാ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാവും, സിസ്റ്റം മനസ്സിലാവും, അതിന്റെ ഫണ്ടമെന്റൽസ് നമുക്ക് കിട്ടും. ലെവൽ 2ലേക്ക് വരുമ്പോഴത്തേക്ക് വേണം ഫ്ലുവൻസി ലെവൽ എന്ന് വെച്ചാൽ ലെവൽ 2 ആണ്. സാർ അങ്ങനെ എത്ര ലെവലുകളുണ്ട്? എന്താ അത് എത്ര ലെവലുകൾ വരും അങ്ങനെ? ഓക്കെ, നമ്മൾ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 1 ബേസിക് പ്രോഗ്രാം, ലെവൽ 2 ആൻഡ് ലെവൽ 3 വരുമ്പോഴത്തേക്ക് വേണം ആ ഫ്ലുവൻസിയുടെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ലെവൽ 2 ലെവൽ 3ലേക്ക് വരുമ്പോഴത്തേക്ക് സൗണ്ട്സ് ഓഫ് ഇംഗ്ലീഷും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ് ലെവലിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഫ്ലുവൻസി 3 ലെവലിലാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഏരിയ എവിടെയാ വരുന്നത്? പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ തുടക്കം വല്ല വരുന്നുണ്ട്. നമ്മൾ ലെവൽ 1 തൊട്ട് തന്നെ പബ്ലിക് സ്പീക്കിംഗും നമ്മൾ പ്രാക്ടീസ് വരുന്നത് അങ്ങനെയായിരിക്കും. പ്രാക്ടീസ് വരുന്നുണ്ട്. സ്മോൾ സ്പീച്ചസിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ തുടക്കം മുതൽ എല്ലാം നമ്മളൊരു ഗ്രാമർ ഓറിയന്റഡ് ആയിട്ടല്ല നമ്മൾ പോകുന്നത്, സ്മോൾ സ്പീച്ചസിലൂടെയാണ് നമ്മൾ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. വളരെ 10 സെന്റൻസ് ഉള്ള സ്പീച്ച്, അവിടെ എങ്ങനെ നമ്മൾ ടോൺ കൊടുക്കണം, വോയിസ് മോഡുലേഷൻ എങ്ങനെ കൊടുക്കണം, കോൺവെർസേഷൻ ഉണ്ട്, കോൺവെർസേഷൻ പ്രാക്ടീസ് ഉണ്ട്, ഒരു 10-30 കോൺവെർസേഷൻ ഉണ്ട്. അതൊന്നും കാണാതെ പഠിക്കാനുള്ളതൊന്നുമല്ല, എക്സ്പീരിയൻസിലൂടെ പോവുകയാണ് നമ്മൾ പഠിക്കുന്നത്. എക്സ്പീരിയൻസ് തരുവാണ് ശരിക്കും ചെയ്യുന്നത്. പിന്നെ പ്രാക്ടീസ്, 1 മണിക്കൂർ ക്ലാസ് എങ്കിലും നമ്മൾ കൂടുതൽ ടൈം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ പൂർണ്ണതയിലേക്ക് നമുക്ക് ലാംഗ്വേജിനെ കൊണ്ടുവരും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് നമ്പർ സബു സാറിനോട് ചോദിച്ചാൽ മതി. ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഓൾറെഡി അതിന്റെ സ്ക്രീനിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ? 9744169277. ഒരുപാട് താങ്ക്സ് സാബു സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരുപാട് നന്ദി. ഇത്രയും നേരം ശ്രദ്ധിച്ചത്. ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, എത്ര വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതിനകത്ത് ഈ ക്ലാസ്സിനകത്തേക്ക് ഉദ്ദേശിക്കുന്നത്? സാർ, ഇതിനകത്ത് ഒരു 10 വയസ്സിന്റെ മേളിലേക്കുള്ള ഏജ് ലിമിറ്റ് വെച്ച് 10 വയസ്സിന്റെ മേളിലേക്ക് 10 വയസ്സിന്റെ മേളിലേക്ക് ഹയർ ഏജ് ലിമിറ്റ് വെച്ചിട്ടില്ല. നമ്മൾ ഹയർ ലെവലിൽ നമ്മൾ വെച്ചിട്ടില്ല. എത്ര മുതിർന്നവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് മെന്ററിംഗ് വരുന്നുണ്ട് കേട്ടോ. ലോങ് ബാച്ചിലൂടെ ആരുമായിട്ടൊരു കോൺടാക്ട്സ് ഇല്ലാത്ത രീതിയിലല്ല പോകുന്നത്. ശരിക്കും അതിന്റെ കൂടുതൽ ഇത് എൻ്റെ ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റിന്റെ പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നത്, ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്നതല്ല. ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരെ ഫോക്കസ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് സാർ. സാറ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ മലയാളം നമ്മൾ സംസാരിക്കുന്നത് വായിക്കുന്നതും ഒക്കെ സ്പെല്ലിംഗ് ബേസിലാണ്. അപ്പൊ ഇംഗ്ലീഷും ഈ മലയാളികൾ ഇംഗ്ലീഷ് പറയുന്നത് ഈ സ്പെല്ലിംഗ് ബേസില് തന്നെത്താനെ വായിച്ച് പറഞ്ഞ് പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. 1. 2, ഈ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ ഈ ടീച്ചേഴ്സ് ഇത്ര വലിയ
ഇതൊന്നുമുള്ള ടീച്ചർ ആയിരിക്കുകയില്ല. അവര് ഈ പ്രൊനൗൺസിയേഷനൊക്കെ തെറ്റിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം ഉൾക്കൊണ്ട് കഴിഞ്ഞ കുട്ടികൾക്ക് പിന്നെ സഭ്യമായ രീതിയിൽ സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട് വരും. കാരണം ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. രണ്ട്, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരു ഇങ്ങനെയുണ്ട്. അപ്പൊ എനിക്ക് തന്നെ ഇങ്ങനെ വന്നുകൊണ്ട് ഞാൻ വേറെ സ്കൂളുകളിലൊക്കെ കൊണ്ട് മാറിയിടുകയൊക്കെ മാറ്റിക്കൊണ്ട് ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴും സാധാരണയായിട്ടുള്ളതാണ്. സാധാരണ ഈ ചെറിയ ക്ലാസ്സുകളിൽ LKG UKGയിലൊക്കെ ഇപ്പൊ പിന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ, അതായത് ഈ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ തന്നെ ഈ മലയാളം സ്പെല്ലിംഗ് വായിക്കണ പോലെ ഇംഗ്ലീഷ് വായിച്ച് പഠിച്ചേ. അത് അവരെ പഠിപ്പിക്കുമ്പോൾ അവരതേ ഫോളോ ചെയ്യുള്ളൂ. വേറെ പറഞ്ഞു കൊടുത്താലും അതാ ടീച്ചർ പറഞ്ഞാൽ ശരി എന്ന് പറയുന്ന ഒരു ഭാഗം അതങ്ങ് ഫോളോ ചെയ്ത് പ്രൊണൗൺസിയേഷൻ വലിയ പ്രോബ്ലം ആയതുകൊണ്ട് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാണ്ട് വരുന്ന സിറ്റുവേഷൻസ് ആണ്. സാറിന് ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ ജോർജ് സാറൊക്കെ പറയുമ്പോൾ ഒത്തിരി വിഷമിച്ച് പറയുന്ന പോലെ ഞങ്ങൾക്ക് ഇതിനേക്കാൾ വളരെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പറയാനാണ്. അതെ അതെ അതെ. പ്രൊനൗൺസിയേഷനും ഈ പറയുന്ന ടോണും എല്ലാം കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് പറയുന്നതിനേക്കാളും ഒക്കെ മലയാളികൾക്ക് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയാം. അപ്പൊ അത് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ അതുപോലെയുള്ള അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ്. ഇംഗ്ലീഷ് മൂവി കാണുക, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കുക, ഇംഗ്ലീഷിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്യാതെ. സാറിന്റെ നേരത്തെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇതില് ആ ഒരു PowerPoint ഒക്കെ എന്റെ മനസ്സിലുണ്ട് ഇപ്പോഴും ആ കാര്യങ്ങൾ. അപ്പൊ അത് തന്നെയാണല്ലോ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മള് മാതൃഭാഷയിൽ ചിന്തിക്കാതെ കേൾക്കുന്ന ഭാഷയിൽ തന്നെ ചിന്തിക്കുകയും, അതെനിക്ക് വളരെ ഇംപ്രസീവ് ആയിട്ട് തോന്നി സാറെന്ന് പറഞ്ഞ ചില കാര്യം. അത് വളരെ ഇതായിട്ടുണ്ട്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അർത്ഥം മനസ്സിലാക്കാതെ ഇംഗ്ലീഷിൽ തന്നെ അർത്ഥം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് ഭാഷ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ NLPയുടെ ഒരു കാര്യം, സാറ് NLP മാത്രമല്ല എല്ലാം കൂടിയല്ലേ എടുക്കുന്നത്? തീർച്ചയായിട്ടും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്താ സാർ എടുക്കുന്നത്. എല്ലാം കൂടെ ബ്ലെൻഡ്. നമ്മൾ NLPയിലേക്ക് ഒരുപാട് ഫോക്കസ് ഒന്നും ചെയ്യുന്നില്ല. ഒരു സപ്പോർട്ട് ടൂൾസ് NLP മൈൻഡ് പവർ അല്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ആ ലാംഗ്വേജിന്റെ ഒരു സിസ്റ്റം ഉണ്ട്, ആ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ ഉണ്ട്. അതൊരിക്കലും നമുക്ക് NLPയോ അല്ലെ മൈൻഡ് പവറോ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും വെച്ച് നമുക്ക് മാറ്റത്തില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ നമ്മൾ ഗോ എന്നാ പറയുന്നത്. ശരിക്കും സൗ ഗൗ, അതാണ് അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അതുപോലെ നമ്മൾ എക്സ്പ്രസ് എന്ന് പറയുന്നു, അത് എക്സ്പ്രസ് ആണ്. വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ചോദിക്കുന്നത്, അത് വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് പറയുന്നത്, വാട്ട്സ് യോർ. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറയുന്നത്, അത് റെയിൽവേ സ്റ്റേഷൻ അല്ല, റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ. അതുപോലെ പ്രൊനൗൺസിയേഷൻ, നമ്മൾ പ്രൊനൗൺസിയേഷൻ എന്നാ പറഞ്ഞത്, അത് തന്നെ നമ്മൾ തെറ്റിച്ച പ്രൊനൗൺസിയേഷൻ ആണ്, പ്രൊനൗൺസിയേഷൻ. അപ്പം ഇതിനകത്ത് ഈ സൗണ്ട്സിനെ മാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് നമ്മൾ ഇപ്പം ചിലരെ സംബന്ധിച്ച് ഫൊണറ്റിക്സ് പഠിക്കാൻ അത്ര എളുപ്പമല്ല, കാരണം സൗണ്ട്സ് അതിന്റെ ഇതുണ്ട്, സിമ്പിൾസ് ഒക്കെ പഠിക്കാൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ, അത് നമുക്ക് ഇപ്പൊ ഒരു മെന്റർ ഇല്ലേ പോലും നമുക്ക് ഗൂഗിൾ വെച്ചിട്ട് നമുക്കത് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാനും പറ്റും. ഞാനൊരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ ഒരിക്കലും ഒരു കാര്യം പറയല്ല. ഇംഗ്ലീഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് അക്കാഡമിയിലോ അല്ലെങ്കിൽ ട്രെയിനറിന്റെ അടുത്ത് ഒരു മാസത്തെ 2 മാസത്തെ കോഴ്സ് പഠിച്ചു എന്ന് കരുതി നമ്മൾ ഫ്ലുവന്റ് ആകിയല്ല. നമ്മുടെ പേഴ്സണൽ കമ്മിറ്റ്മെന്റ്, ഈവൻ നമുക്ക് ഇന്ന് ഈ ഒരു ഇന്റർനെറ്റിലൂടെ നമുക്കൊരു സൗണ്ട് ഉണ്ടെങ്കിൽ, നമ്മളിതൊരു ബിസിനസ് പ്ലാറ്റ്ഫോം ഒന്നുമല്ല. എൻ്റെ ഒരു കോഴ്സ് ഹൗസാർ വന്നത് എൻ്റെ കോഴ്സിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും വന്നതല്ല ഞാൻ. അപ്പൊ നമുക്കൊരു വേർഡിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് സെർച്ച് ചെയ്ത് അതിന്റെ സൗണ്ട്സ് ലിസൺ ചെയ്ത്, നമുക്ക് സിമ്പിൾസ് ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ അത് ലിസൺ ചെയ്ത് നമുക്ക് മാറ്റാമല്ലോ. അപ്പം സൗ ഗൗ, അപ്പം സോ ഗൗ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ഇപ്പോഴും 16 പേരുണ്ട്, നമുക്ക് ഷെയർ ചെയ്യാം. പ്രിയൻ സാർ വന്നിട്ടുണ്ടല്ലോ. പ്രീജിത്തൊക്കെ ഒത്തിരി നാളായി സംസാരിച്ചിട്ട്. പ്രീജിത്തെ ഒന്ന് കാണട്ടെ. വർക്കിലാണ്. ഓക്കെ, ഈ സമയത്ത് വർക്കിലാണോ? മെയിലൊക്കെ അയക്കുക, അങ്ങനത്തെയൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു ഇപ്പോ. നല്ല സെഷൻ ആയിരുന്നു സാറിന്റെ സെഷൻ. എസ്പെഷ്യലി നമ്മളെ കുട്ടികളൊക്കെ പുറംനാട്ടിലൊക്കെ ജോലി ചെയ്യാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ക്ലയൻസൊക്കെ സംസാരിക്കും. ഞാനൊക്കെ ഈ പ്രോബ്ലം ഫേസ് ചെയ്തിരുന്നു, ഈ US ആക്സെന്റ്.
പിന്നെ അങ്ങനെ ഇംഗ്ലീഷ് സിനിമയും ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ആക്സെന്റ് ഒക്കെ ലെവൽ കേൾക്കാനുള്ള ലെവലാക്കിയത്. കേട്ടാ മനസ്സിലാകണം അല്ലേ? ആ ക്ലയൻസ് ഒക്കെ സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവണം. ആദ്യമൊക്കെ കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇതൊന്നും മനസ്സിലാവാറില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ കേട്ട് പിന്നെ ഫിലിംസ് എല്ലാം കണ്ട് പിന്നെ അങ്ങനത്തെ വീഡിയോ ഇതെല്ലാം കണ്ടിട്ടാണ് ഒന്ന് ലെവലാക്കിയത്. പിന്നെ കമ്പനിയിൽ തന്നെ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ US ആക്സെന്റ് ട്രെയിനിങ് ഒക്കെ. എവിടെ സർ? കോൾ സെന്ററോ? കോൾ സെന്റർ ആണോ? ഇല്ല സർ, IT സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന. സോഫ്റ്റ്വെയർ. പരിചയപ്പെടുത്തൂ. ഞാൻ പ്രിജിത്ത്, തളിപ്പറമ്പ് കണ്ണൂർ സ്വദേശിയാണ്. തളിപ്പറമ്പിലാണ് താമസം. വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. CGI സോഫ്റ്റ്വെയർ കമ്പനി, കനേഡിയൻ ബേസ്ഡ് സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, QA അനലിസ്റ്റ് ആയിട്ട്. ഓക്കെ. ജ്യോതിലാലും കൂടെ ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ജ്യോതിലാൽ. ഞാൻ ഒരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനാണ്. അപ്പം ഇങ്ങനെ ഇംഗ്ലീഷും അല്ല ഇത്തരത്തിലുള്ള സെമിനാറുകളൊക്കെ ഇങ്ങനെ സാറിന്റെ ചില ഇതൊക്കെ കിട്ടാറുണ്ട്. അതിലൊക്കെ ചില പറ്റുമ്പോഴൊക്കെ കയറാറുണ്ട്. പിന്നെ സന്തോഷം, അങ്ങനെ പോകുന്നു. കൊല്ലത്താണ് ഞാൻ താമസം. കൊല്ലത്താണ്, വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരം. കുര്യൻ സാർ കേൾക്കാമോ? ശ്രീകുമാർ സാർ, ജയൻ സാർ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടേ പറയാം. തുഷാരാമ? എനിക്കിതിലൊന്നുമില്ല, അങ്ങനെ പോകട്ടെ. ആയിക്കോട്ടെ എനിക്കിതിലൊന്നുമില്ല. എല്ലാം കേട്ടു, നോട്ട് ചെയ്തു. ഓക്കെ, അപ്പം ജോർജ് സാർ വളരെ സന്തോഷം ഒരിക്കൽ കൂടി നമ്മുടെ സെഷനിലേക്ക് വന്നു. ഇനി സാർ എന്തുമായിട്ട് വരുമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇപ്പൊ നമ്മൾ NLPയെ കുറിച്ച് ആദ്യത്തെ ഒരു ബേസ് ക്ലാസ് കൊടുത്തു, കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കൊടുത്തു. ഇനി എന്തായിരിക്കും വരുന്നത്? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഡിഫറെന്റ് ഏരിയ കൂടെ വരാം സാർ. ഇതിന്റെ നെക്സ്റ്റ് ലെവൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഡിഫറെന്റ് ഏരിയ കൂടെ വരാം. ഒരു ബ്രേക്ക് ഒക്കെ കൊടുത്ത ശേഷം തീർച്ചയായിട്ടും വരാം. പല ട്രെയിനേഴ്സ് വരട്ടെ. നമ്മൾ ആദ്യം കണ്ട സക്കീർ ഹുസൈൻ സാറും ഇതുപോലെ ഫ്ലുവൻസി ഒക്കെ ചെയ്യുന്ന ഒരു സാറാണ്. സാറിന് സ്വന്തമായിട്ട് സ്കൂളുണ്ട്. അപ്പൊ സാർ ഇവിടെ NLP കുട്ടികളുടെ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട NLPയുടെ 3 ക്ലാസ്സുകൾ എടുക്കും. പിന്നെ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പായി പോയി. അപ്പൊ അങ്ങനെ പല രീതിയിലും ഉള്ള ഒരു ഇന്ററാക്ഷൻസ് ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ നടക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Good night. Thank you.